സഭയിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് ഹാർദവമായി സ്വാഗതം അരുളിയ പാസ്റ്റർ സാം, അതുപോലെ കർത്തൃദാസന്മാർ പാസ്റ്റർ ബി, അതുപോലെ എല്ലാ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ആദരണീയരായ എല്ലാ ദൈവഭൃത്യന്മാർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അനുജന്മാർ, അനുജത്തിമാർ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ ഗാന ആലാപനങ്ങൾ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. പ്രൈസ് ഗോഡ്. പ്രത്യാശയുടെ ഗാനം അവസാനമായിട്ട് കേൾപ്പാൻ ഇടയായി. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ എല്ലാവരെയും തുടർന്നും തൻ്റെ മഹത്വമുള്ള ബലത്തിൽ, ഭുജത്തിൽ നമ്മെ സൂക്ഷിക്കുന്നതായ ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും കഴിയും തോറും ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ ഒപ്പമായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ എനിക്ക് പ്രാപ്തിയും ബലവും തന്ന കർത്താവിനോട് ഞാൻ നന്ദിയുള്ളവനാണ്. സ്തോത്രം. ഓരോ ദിവസവും വൻ കൃപയിൽ ദൈവം നമ്മെ പരിപാലിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, പ്രൈസ് ഗോഡ്. ഇത്രയും എക്സോഡസ് ഇങ്ങനെയൊന്നും പോരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറഞ്ഞ പക്ഷം എക്സോഡസ് മുഴുവൻ വായിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്വർഗീയന്മാർ കിപ്പൂരിയിൽ ആശിപ്പാൻ എന്തുള്ളപ്പാ, സ്വർഗീയമാം സൗഭാഗ്യങ്ങൾ അപ്പൂരേ ഞാൻ കാണുന്നേ. മാറിടാതെ നിൻമൊഴിയിൻ പാതയിൽ ഞാൻ ഓടിയൻ, ലാക്കിലെത്തി നൽവിരുതു പ്രാപിക്കും ജീവാന്ത്യത്തിൽ. കാഹളത്തിൻ നാദമെൻ്റെ കാതിലെത്താൻ കാലമായി, മിന്നൽ പോലെ ഞാൻ പറന്നു വിണ്ണിലെത്തി മോദിക്കും. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണവാളനേ, എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി, നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം. പ്രൈസ് ഗോഡ്. അല്പസമയം, താങ്ക് യു. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾ ഒത്തിരി വെള്ളം കുടിപ്പിക്കില്ല കേട്ടോ, പേടിക്കേണ്ട. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കണേ പ്ലീസ്. ആ അവിടെ ഇരിക്കാൻ കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ? താങ്ക് യു. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് ശുദ്ധമുള്ള എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. മലയാളം മനസ്സിലാകാത്ത ആരും ഇല്ലല്ലോ ഇതിനകത്തില്ലേ? ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഞാൻ സിമ്പിൾ മലയാളമായിരിക്കും പ്രസംഗിക്കുക കേട്ടോ. ബൈലിംഗിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടുണ്ടോ? മലയാളം മാത്രം പ്രസംഗിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്തവർ? ഓക്കെ, താങ്ക് യു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ വളരെ ആഴമേറിയ ഒരു അരുളപ്പാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത്
ശ്രേഷ്ഠ മഹാപുരോഹിതനായി പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ 4-ാം അധ്യായത്തിലുടനീളം ചിത്രീകരിച്ച് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ എങ്ങനെയാണ് താൻ ആ പദവി നിവർത്തിച്ചത് എന്ന് ആ പ്രാരംഭ ഭാഗത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ഹിസ് എർത്ത്ലി ഡേയ്സ്, തൻ്റെ ഭൂമിയിലെ വാസത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവനോട്, പ്രൈസ് ഗാഡ്, എങ്ങനെ നിലവിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. അപ്പോൾ വെറുതെ നിലവിളിക്കല്ല, പ്രൈസ് ഗാഡ്, ഹി ക്രൈഡ് ഔട്ട് വിത്ത് വെഹമെന്റ് ക്രൈസ് ആൻഡ് വിത്ത് ടീയേഴ്സ്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയാചന കഴിച്ചു. ആരോട്? തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവനോട് നിലവിളിച്ചുവെന്നാണ്. പുത്രനെങ്കിലും, though he was son, yet he learned to become obedient through the suffering that he had suffered. അവിടെ പറഞ്ഞിരിക്കുന്നത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം തികഞ്ഞവനായി, പിന്നീട് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പ്രൈസ് ഗോഡ്. അതിനകത്തൊരു പദം മാത്രം ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ഒരു ഭാഗമാണ് കർത്താവിൻ്റെ അനുസരണം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലുടനീളം പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അനുസരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സാധാരണ സൺഡേ സ്കൂളിലൊക്കെ അനുസരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ആഴമായി തിരുവെഴുത്തിൽ അനുസരണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവിക ഉടമ്പടികൾ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ മുഴുവനും ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ചതാണ്. പ്രൈസ് ഗോഡ്. ഓൾ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ആർ സീൽഡ് ബൈ ദ കവനൻറ്റ് covenant between God and man. ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടിയിലൂടെ വെളിപ്പെട്ടതാണ് ദൈവിക വാഗ്ദത്തങ്ങൾ മുഴുവൻ. ഓരോ വാഗ്ദാനത്തിൻ്റെ പിറകിലും ഉടമ്പടികൾ നമ്മൾ കാണുന്നുണ്ട്. 105-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ വെച്ചാണ് അവരെ വലിയൊരു ജനതയായി, ജാതിയായി ദൈവം രൂപപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. 105-ാം സങ്കീർത്തനം അത് മുഴുവനും സവിസ്തരം വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. സാംസ് 105. അവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവർക്ക് മുമ്പായി എന്ന് പറഞ്ഞ ഈ ജനത്തിനെല്ലാം മുന്നമേ ദൈവം ഒരാളെ അങ്ങോട്ട് അയച്ചു. ഒരാളിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. തൻ്റെ ആരംഭം അത്ര എളുപ്പമായിരുന്നില്ല. ആരംഭം ഒരു വെറുക്കപ്പെടലും തള്ളപ്പെടലും ഒറ്റിക്കൊടുക്കലും പീഡിപ്പിക്കപ്പെടലും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ഒരിക്കൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. അവർക്ക് മുമ്പായി ഹി സെൻറ്റ് എ മാൻ അഹെഡ് ഓഫ് ദം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. എന്നിട്ട് ആ ഭാഗം നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരികയാണ്. യോസഫിനെ ദാസനായി വിറ്റത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. യോസഫിനെ ദാസനായി വിറ്റു എങ്കിലും ദൈവിക ഭാഷ്യത്തിൽ അതിനെ കാണുന്നത് ദൈവം യോസഫിനെ അങ്ങോട്ട് അയച്ചതായിരുന്നു. മാൻസ് അഡ്വേഴ്സിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യൻ്റെ പ്രതികൂലങ്ങൾ ദൈവം എപ്പോഴും അതൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷെ ആ പ്രയാണം ആരംഭിക്കുന്നത് തന്നെ ഔട്ട് ഓഫ് ഹെയ്റ്റഡ്നെസ്, വലിയൊരു വെറുക്കപ്പെടലിലൂടെ, തിരസ്കരണത്തിലൂടെയാണ്. സഹോദരങ്ങൾ തന്നെ എന്തിനാണ് വെറുത്തതെന്ന് യോസഫിന് അറിയില്ല. കാരണം കൂടാതെ അവർ വെറുക്കുകയായിരുന്നു. ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ പറയാം ഇവൻ കാണുന്ന സ്വപ്നങ്ങൾ നിമിത്തമാണ്. അസൂയ പൂണ്ടായിരുന്നു അവർ യോസഫിനെ വെറുക്കുവാനും യോസഫിനെ തള്ളിക്കളയുവാനും ഇടയായിത്തീർന്നത്. അങ്ങനെ യോസഫിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ ഭാഗങ്ങളും കോർത്തിണക്കി പരിശുദ്ധാത്മാവ് ഒറ്റ വാക്കിൽ പറയുകയാണ്, മാൻ സോൾഡ് ബട്ട് ഗാഡ് സെൻറ്റ്. മനുഷ്യൻ വിറ്റു, പക്ഷെ ദൈവം അതിനെ അയച്ചതാക്കി മാറ്റി. Praise God. So there is a great difference between being sent by man and being sent by God. മനുഷ്യൻ അയക്കുന്നതിനും ദൈവം അയക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ
പിറകോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വളരെ ശാന്തമായി നിന്ന് പൊതുവെ ഞാൻ ശാന്തനാണ്, എങ്കിലും അതിൽ നിന്ന് കുറച്ചും കൂടെ ശാന്തമായി നിന്ന് ഇന്ന് ഹൃദയംഗമായിട്ട് പരിശുദ്ധാത്മേൽപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് യോസേഫിൻ്റെ ജീവിതത്തിൽ നേരിട്ട സഹോദരങ്ങളുടെ അസൂയ പൂണ്ട് തന്നെ അവർ വെറുക്കുന്നതും, സഹോദരങ്ങളാൽ അവൻ വെറുക്കപ്പെടുന്നതും, തള്ളപ്പെടുന്നതും, ഉപദ്രവിക്കപ്പെടുന്നതും, അവസാനം പൊട്ടക്കുഴിയിൽ എറിയപ്പെടുന്നതും. പൊട്ടക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേദപുസ്തകത്തിൽ അത് പൊട്ടക്കുഴി എന്ന് വായിക്കുന്നെങ്കിൽ പോലും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ ഡീപ്പ് ക്ലെഫ്റ്റ് ദാറ്റ് ആർ ഫോംഡ് ബൈ ദി നാച്ചുറൽ മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്. മരുഭൂമിയിലെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ചലന നിമിത്തം രൂപപ്പെടുന്ന ആഴമേറിയ ഗർത്തങ്ങളാണ് ഈ പൊട്ടക്കുഴി എന്നുള്ളത്. പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ പോലും അതിനെ പൊട്ടക്കുഴിയായിട്ടാണ് നമ്മൾ കാണുന്നത്. വിശേഷാൽ മരുഭൂമിയിലുള്ള വന്യ ഇഴജാതികളൊക്കെ താവളമായിട്ട് വസിപ്പാനായിട്ട് ഉപയോഗിക്കുന്ന ഇടമാണ് ഇങ്ങനെയുള്ള കുഴികൾ. അങ്ങനെ ഒരു കുഴിയിലേക്കായിരുന്നു യോസേഫിനെ ഇട്ടുകളഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം തൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് പ്രതികൂലങ്ങൾക്കൊന്നും യോസേഫിനെ നശിപ്പിക്കുവാൻ സാധിച്ചില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം ആരെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ അവരെല്ലാം ദൈവം എവിടെയെല്ലാം ദൈവം അവരെ തിരഞ്ഞെടുത്തോ അവിടെയെല്ലാം ചരിത്രത്തെ അവർ മാറ്റി കുറിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹലോ. അവരിലൂടെ ദൈവം ആ സാഹചര്യങ്ങളിലെ, ആ ചുറ്റുപാടുകളിലെ ചരിത്രത്തെ മാറ്റി കുറിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്ന കാലഘട്ടം, ആ വ്യക്തിമേലുള്ള ദൈവത്തിൻ്റെ നിയോഗം മുഴുവനും ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മോശയെ ദൈവം തിരഞ്ഞെടുത്തത് താനായിരുന്ന തലമുറയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യുവാനായിട്ടായിരുന്നു. യോസേഫിനെ ദൈവം തിരഞ്ഞെടുത്തത് താൻ ഉൾപ്പെടാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യുവാനായിരുന്നു. ദാനിയേലിനെ ദൈവം തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യുവാനായിട്ടായിരുന്നു. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിലെ വെല്ലുവിളിയുടെ മുകളിൽ നിൽക്കുവാനായിരുന്നു. ഏലിയാവെ ദൈവം പ്രവാചകനായി തിരഞ്ഞെടുത്തതും ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടതായിരുന്നു തൻ്റെ മേലുള്ള നിയോഗം. ഏലീശയെ ദൈവം തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകനെ ദൈവം തിരഞ്ഞെടുക്കുന്നതും ഒരു വശത്ത് യേശു മശീഹായെ പരസ്യമായി പരിചയപ്പെടുത്തുവാനും യേശു മശീഹായെ സ്നാനപ്പെടുത്തുവാനുമായിട്ടാണെങ്കിൽ പോലും മറുവശത്ത് ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്തോ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു തൻ്റെ മേലുള്ള നിയോഗം. ഓരോ അപ്പസ്തോലന്മാരെയും ദൈവം തിരഞ്ഞെടുത്തത് അവരെ ദൈവം അയച്ച സ്ഥലങ്ങളിലുള്ള വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഇന്ന് ഈ തലമുറയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടതാ നമ്മിലുള്ള ദൈവിക വിളി എന്നുള്ളത്. അത് ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ. പ്രൈസ് ഗോഡ്. ഒടുവിൽ ഞാൻ അല്പം ആഴമായിട്ട് അനുസരണം എന്ന വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. പ്രൈസ് ഗോഡ്. നമ്മിലുള്ള ദൈവിക നിയോഗം. പ്രൈസ് ഗോഡ്. 2, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ. അടുത്തത് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെല്ലാം നമ്മിലുള്ള നിയോഗം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സ്തോത്രം. കഴിഞ്ഞ തലമുറയിലെ നിയോഗമല്ല ദൈവം ഈ തലമുറയിൽ തന്നിരിക്കുന്നത്. കഴിഞ്ഞ തലമുറയിലെ നിയോഗം കൊണ്ട് ഈ തലമുറയിലെ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറയും, ഞങ്ങളുടെ അപ്പന്മാരുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു, അത് ശരിയായിരുന്നു, ആ കാലഘട്ടത്തിലെ വെല്ലുവിളി മറ്റൊന്നായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലെ വെല്ലുവിളി വേറെ ഒന്നായതുകൊണ്ട് പ്രൈസ് ഗോഡ്, അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതത് തലമുറകളിൽ എന്തൊക്കെ വെല്ലുവിളികൾ മറിഞ്ഞു കിടക്കുന്നുണ്ടോ അതിനുമേൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം താൻ തിരഞ്ഞെടുക്കുന്ന ഭക്തന്മാരെ പ്രാപ്തരാക്കിയിട്ട് അവരെ ദൈവം അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുകയാണ്. ആ തിരിച്ചറിവ് വരുമ്പോഴാണ് പഴയതിനെ പുതിയതിനെ അംഗീകരിക്കുവാനും പുതിയതിനെ പഴയതിനെ അംഗീകരിക്കുവാനും സാധിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഇങ്ങനെ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു വെളിപ്പാടാണത്. പ്രൈസ് ഗാഡ്. സോ യുവർ കോളിംഗ്, പ്രൈസ് ഗാഡ്, ആൻഡ് ദ ചലഞ്ചസ് അറൗണ്ട് യു ഓർ ഇൻ യുവർ സറൗണ്ടിങ് ആർ വെരി മച്ച് കണക്റ്റഡ്. നമ്മിലുള്ള ദൈവിക വിളിയും ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. പ്രൈസ് ഗാഡ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി, ഉദാഹരണമായിട്ട് ഫോർ ഇൻസ്റ്റൻസ്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഭയമാണെങ്കിൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ജനത്തെ ഭയത്തിൻ്റെ തടവറയിൽ നിന്ന് വിടിവിക്കുവാനാണ്.
കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുന്നതിന് മുന്നമേ പരിശുദ്ധാത്മാവിൽ യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുകയാണ് 61-ാം അധ്യായത്തിൽ, ദാറ്റ് ഹി വിൽ ബി ദ ഡെലിവറർ ഓഫ് ദ പ്രിസണേഴ്സ് ആൻഡ് ഹി വിൽ സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ. അവൻ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും തടവുകാർക്ക് വിടുതലും കൊടുക്കുന്നവനാണ്. എല്ലാ തലമുറയിലും ബദ്ധന്മാരുണ്ട്, എല്ലാ തലമുറയിലും തടവുകാരുണ്ട്, എല്ലാ തലമുറയിലും ദരിദ്രന്മാരുണ്ട്. ഫൈനാൻഷ്യലി ദാരിദ്ര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ തലമുറയിലും എളിയവരുണ്ട്, ദരിദ്രന്മാരുണ്ട്. എല്ലാ തലമുറയിലും ഇരുട്ടിൽ കിടക്കുന്നവരുണ്ട്, എല്ലാ തലമുറകളിലും ബദ്ധന്മാരുണ്ട്, എല്ലാ തലമുറകളിലും ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഓരോ തലമുറകളിലും വ്യത്യസ്ത തലങ്ങളിലാണ് മനുഷ്യൻ ബദ്ധന്മാരായി കിടക്കുന്നത്. ആ ബദ്ധന്മാരെ അഴിച്ചുവിടുവാൻ തക്കവണ്ണമുള്ള നമ്മെ പ്രാപ്തരാക്കുന്ന അഭിഷേകം അതത് തലമുറകളിൽ ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. കം ഓൺ, ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നാം പ്രാപിക്കുമ്പോഴാണ് നമ്മിലുള്ള നിയോഗം എന്തെന്ന് നാം തിരിച്ചറിയുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കഴിഞ്ഞകാല അനുഭവങ്ങൾ നല്ലതാണെങ്കിലും കഴിഞ്ഞകാലത്തെ ശൈലി കൊണ്ട് നമുക്ക് പുതിയ ഈ ഒരു തലമുറയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ തലമുറയിൽ നമുക്ക് ആവശ്യം, ഈ തലമുറയിൽ ആരാണോ ബദ്ധന്മാരായി കിടക്കുന്നത് അവരെ വിടുവിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകമാണ്. എന്നാൽ എല്ലാ തലമുറകളിലെയും പ്രയാസങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും വെല്ലുവിളികൾക്കും പരിഹാരമായി ലോകത്തിൽ വെളിപ്പെട്ട ഒരേ ഒരുവൻ്റെ അഭിഷേകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടപ്പോഴായിരുന്നു. പ്രൈസ് ഗാഡ്. So the death of Jesus and his resurrection, praise God, യേശു കർത്താവിൻ്റെ മരണവും യേശു കർത്താവിൻ്റെ പുനരുദ്ധാനവും എല്ലാ തലമുറകളിലെയും പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ the gospel of Christ Jesus, യേശു കർത്താവിൻ്റെ സുവിശേഷം, it is more than sufficient to handle every challenges in every generation. ഓരോ തലമുറകളിലെയും ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ സുവിശേഷമാണ് മാറ്റമില്ലാതായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ദൈവം നമ്മെ ഈ തലമുറയിൽ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ വേദപുസ്തകത്തെ നമ്മൾ വീക്ഷണം ചെയ്ത് പഠിക്കുമ്പോൾ ഏതെല്ലാം തലമുറകളിൽ ഏതൊക്കെ ദൈവഭക്തന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ അവരിലുണ്ടായിരുന്ന ദൈവനിയോഗം, അവരായിരുന്ന തലമുറകളിൽ എത്ര വലുതായിരുന്നു വെല്ലുവിളികൾ, അതിനെ കൈകാര്യം ചെയ്യുവാനും അതിനെ ജയിക്കുവാനും തക്കതായിരുന്നു. മോശെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ 3 മില്യണിലധികം ജനത്തെ അടിമത്തത്തിൽ നിന്നും വിടുവിപ്പാൻ തന്നെ പ്രാപ്തമാക്കിയ ദൈവിക അഭിഷേകം തന്നിലുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ തലമുറകളിലും കാണുന്നുണ്ട്. ഈ തലമുറയിലും കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തലമുറയിലെ വെല്ലുവിളി എന്തോ, ഒന്ന് അത് തിരിച്ചറിയണം, രണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറം ലോകത്തിൽ എന്താ നടക്കുന്നതെന്നും കൂടെ അറിയേണ്ടത് ആവശ്യമാണ്. 24 മണിക്കൂർ ടി വിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ബട്ട് വി ഷുഡ് ബി അവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന്, നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മിലുള്ള നിയോഗം ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തലമുറയിലെ എത്ര വലിയ വെല്ലുവിളികളാണെങ്കിലും, ഇനി ലോകത്തിൽ ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുന്നതാണ് നമ്മുടെ മേലുള്ള ദൈവിക അഭിഷേകം എന്നുള്ളത്. ഹല്ലേലൂയ. കം ഓൺ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. സ്തോത്രം. 105-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ യോസെഫിനെ കുറിച്ച് കാണുകയാണ്. അവിടെ പറയുന്നത് അവർക്ക് മുമ്പായി, ഞാനത് രത്നചുരുക്കമായിട്ട് പറഞ്ഞു പോകാം, ആരംഭത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് യോസെഫിനെയായിരുന്നു. എന്നാൽ യോസെഫിന് അത് പിന്നീട് മനസ്സിലായത് ദൈവം തന്നെ അങ്ങോട്ട് അയച്ചതാണെന്നുണ്ട്. ആ അയക്കപ്പെടലിൽ തള്ളപ്പെടലുണ്ടായിരുന്നു, അതുപോലെ അതിൽ പീഡിപ്പിക്കലുണ്ടായിരുന്നു, ഉപദ്രവമുണ്ടായിരുന്നു, തിരസ്കരണമുണ്ടായിരുന്നു, അതുപോലെ പൊട്ടക്കൊഴി ഉണ്ടായിരുന്നു, അടിമത്തമുണ്ടായിരുന്നു, ചെയ്യാത്ത കുറ്റാരോപണങ്ങൾ തൻ്റെ മേൽ ഏൽപ്പിച്ചതുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നെങ്കിലും 45-ാം അധ്യായം ഉൽപ്പത്തിയിലേക്ക് വരുമ്പോഴാണ് യോസെഫിന് മനസ്സിലായത്. തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, നമുക്കെല്ലാം വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് നേരത്തെ അയച്ചതായിരുന്നു.
ഹല്ലേലൂയ, പ്രൈസ്. അതാ ഞാൻ പറഞ്ഞത്, മാൻസ് അഡ്വേഴ്സിറ്റി ഗാഡ്സ് ഓപ്പർച്യൂണിറ്റി. പ്രൈസ് ഗാഡ്. ഇന്ന് പകലിൽ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വെറുതെ പാഴ്വാക്കായിട്ട് പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് കൂടെയാണ് പറയുന്നത്. ഏതെങ്കിലും ഉച്ചരിക്കാൻ പറ്റാത്ത, വെദർ യു ആർ പാസിംഗ് ത്രൂ ദ ചലഞ്ചസ് ഓർ predicaments which are unspeakable or speakable to somebody, ആരുടെങ്കിലും പറയുവാൻ പറ്റുന്നതോ പറയാൻ പറ്റാത്തതോ ആയ ഏതെങ്കിലും ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ വേദനിക്കുന്ന നീറിപ്പോകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കണം, പ്രൈസ് ഗാഡ്, അതിനെയെല്ലാം ദൈവിക നിയോഗത്തിന് മുഖാന്തരമാക്കുന്ന അവസരങ്ങളാക്കി ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കും. അല്ലേ? അതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഡു നോട്ട് വേസ്റ്റ് അവർ സോറോസ്. പ്രൈസ് ഗാഡ്. ഗാഡ് ഹാസ് എ സീസൺ ഈവൺ ഓൺ അവർ സോറോസ്. പ്രൈസ് ഗാഡ്. മടങ്ങി വരട്ടെ. വേദപുസ്തകത്തിലെ വളരെ ചിന്തനീയമായ ഒരു ഭാഗമാണ്. ഞാൻ 105 സങ്കീർത്തനത്തിലേക്ക് പോയത്, ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ വെച്ച് വലിയൊരു ജനതയാക്കി ദൈവം രൂപപ്പെടുത്തുകയാണ്. പിന്നീടാണ് അവരെ കനാൻ ദേശം, വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. സ്തോത്രം. അങ്ങനെ ഈ ജനത്തെ ദൈവം കൊണ്ടുവന്ന ശേഷം അവരെ ദൈവം കനാനിൽ കൊണ്ടുവന്നു. അവിടെ ദൈവം അവർക്ക് ഓരോരോ ഭാഗങ്ങൾ ദൈവം കൽപ്പന ചെയ്തതുപോലെ തന്നെ യോശുവയും തൻ്റെ സ്നേഹിതന്മാരെല്ലാം ഭംഗിയായിട്ട് വിഭാഗം ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കേന്ദ്രഭാഗം എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്നതിൻ്റെ ഒരുക്കപ്പെടലിൻ്റെ കാലഘട്ടങ്ങളാണ് പഴയ നിയമം മുഴുവനും. പ്രൈസ് ഗാഡ്. അതിൽ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അനുസരണം അല്ലെങ്കിൽ ഒബീഡിയൻസ് എന്നുള്ളത്. ഇനി ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവരുമ്പോഴും അവരെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചപ്പോൾ പിൻകാലത്ത് അവർക്ക് ലഭിച്ച ദൈവിക വാഗ്ദത്തങ്ങൾ മുഴുവനും ഒരു ഉടമ്പടിയിൽ നിന്നായിരുന്നു. ആ ഉടമ്പടിയെ നമ്മൾ കാണുന്നത് പെസഹ ഉടമ്പടിയായിട്ടാണ്. പാസ്ഓവർ കവനൻ്റാണ്. സ്തോത്രം. അപ്പോൾ ജനത്തെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ പെസഹ എന്ന ഉടമ്പടിയിലൂടെ ദൈവം ജനത്തെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. 105 സങ്കീർത്തനത്തിൻ്റെ 37 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിക്കുമാറാക്കി. അടുത്ത ഭാഗം പറയുന്നത്, there were not even a single feeble person among them. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. Come on, praise God. ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ആ വിടുതൽ നടക്കുന്നതുവരെ, until the Passover took place on that night, അതായത് ഈ 1-ാം മാസം 14-ാം തീയതി സന്ധ്യയായപ്പോൾ പെസഹ ആട്ടുംകുട്ടി അറുക്കപ്പെടുന്നത് വരെ there were many Hebrews who were kept in the underground jail of Pharaoh. ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന ആയിരക്കണക്കിന് എബ്രായരുണ്ടായിരുന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരുണ്ടായിരുന്നു. തടവറയിൽ കിടന്നവരുണ്ടായിരുന്നു. ഊഴിയ വിചാരകന്മാർ അല്ലെങ്കിൽ അവരുടെ മേൽ കർത്തൃത്വം നടത്തിയ മാനേജേഴ്സ്, ടാസ്ക് മാസ്റ്റേഴ്സ് നിമിത്തമായി ശരീരത്തിൽ മുറിവേറ്റവർ, വാർദ്ധക്യ അവസ്ഥയിൽ കിടക്കമേൽ കിടക്കുന്നവർ, രോഗികളായി, ഇങ്ങനെ പല അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ on that night when the Passover lamb was slaughtered, പ്രൈസ് ഗാഡ്, പെസഹായുടെ ആട്ടുംകുട്ടി അറുക്കപ്പെട്ട ആ രാത്രി, പ്രൈസ് ഗാഡ്, സംതിങ് മിസ്റ്റീരിയസ് took place in the land of Egypt among the houses of Israel. മിസ്രൈമിലുണ്ടായിരുന്ന എബ്രായരുടെ ഭവനങ്ങളിൽ ഒരു പ്രത്യേക സംഭവം അന്ന് നടന്നു. പ്രൈസ് ഗാഡ്. അന്ന് വരെ തിരുവഴുത്തിൽ പറയുന്നത്, അന്ന് വരെ ഇവരെല്ലാം അടിമത്തത്തിൽ കിടന്നവരായിരുന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരാണ്. തടവറയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. തടവറകളിൽ അല്ലെങ്കിൽ കുണ്ടറകളിൽ കിടക്കുന്നവരുണ്ട്. പക്ഷേ അന്ന് പെസഹയുടെ ആട്ടുംകുട്ടി അറുക്കപ്പെട്ട രാത്രി മിസ്രൈമിലുള്ള എബ്രായരുടെ കൂടാരങ്ങളിൽ ദൈവം ഒരു കൂട്ട സൗഖ്യം അയക്കുകയാണ്. Come on, praise God. There was a massive healing and deliverance sent by God upon the houses of Hebrews. എബ്രായരുടെ കൂടാരങ്ങളിൽ ദൈവം ഒരു കൂട്ട സൗഖ്യം അയക്കുകയാണ്. അന്ന് തടവറയിൽ കിടന്നിരുന്ന എബ്രായരുടെ കൈകാലുകളിലെ ചങ്ങലകൾ താനെ അഴിഞ്ഞു വീഴുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, അവൻ തൻ്റെ വചനം വച്ച് അവരെ തങ്ങളുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. അതായത് he sent forth his word and healed them and delivered them out of their pit എന്നാണ്.
അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അന്ന് രാത്രി എബ്രായരുടെ കൂടാരങ്ങളിൽ തടവറയിൽ കിടന്നിരുന്നവർ എബ്രായരുടെ മേൽ ദൈവം വലിയൊരു കൂട്ട സൗഖ്യം തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. തടവറയിൽ കിടന്ന കുണ്ടറകളിൽ കുഴികളിൽ കിടന്നവരെ അവൻ വിടുവിച്ചു. സൗഖ്യമാക്കുക മാത്രമല്ല നമ്മുടെ ദൈവം ചെയ്യുന്നത്, വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരൊറ്റ ഉടമ്പടിയിലൂടെയാണ്. പ്രൈസ് ഗോഡ്. ഉടമ്പടിയിലൂടെയാണ് വാഗ്ദത്തങ്ങൾ പിൻകാലത്ത് ലഭിക്കുന്നത്. പഴയ നിയമത്തിലെ അബ്രഹാമുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മാനവകുലം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉടമ്പടി എന്നുള്ളത് കാൽവറി ക്രൂശിലാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് or the most precious covenant, ഏറ്റവും വലിയ ഉടമ്പടി നമ്മൾ കാണുന്നത്, ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടി നമ്മൾ ദർശിക്കുന്നത് കാൽവറി ക്രൂശിങ്കലാണ്. Until Jesus was nailed to the cross, no one in the history who were nailed to the cross had ever returned alive, incorruptible and immortal. യേശു കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെടുന്നത് വരെ ക്രൂശിലേക്ക് പോയവരാരും ജീവനോടെ അമർത്യതയിൽ അദ്രവത്വത്തിൽ തിരിച്ചു വന്നിട്ടില്ല. But to the same place when Jesus was ascended to, അതേ സ്ഥാനത്തേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടപ്പോൾ അന്നുവരെ കാൽവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലക്കളം മാത്രമല്ല, ഇറ്റ് വാസ് നോൺ ആസ് എ ഗ്രേവിയാർഡ് ഓഫ് ദി അക്യൂസ്, അത് കണ്ടംപ്ഡ് പ്രിസണേഴ്സ്, അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ ഒരു ശവപ്പറമ്പായിട്ടാണ് അന്നുവരെ കാൽവറി അറിയപ്പെട്ടതെങ്കിൽ ഫോർ ദ ഫസ്റ്റ് ടൈം Calvary became victory. Hallelujah. Calvary became victory. ആദ്യമായി കാൽവറി ജയമായി മാറ്റപ്പെട്ടു. Praise God. What are those Calvaries in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലാണോ കാൽവറി ഉള്ളത്, അതിനെയെല്ലാം ജയമാക്കി മാറ്റുവാൻ ഹല്ലേലൂയ ദൈവത്തിന് ഇന്നും സാധിക്കും. കാരണം ഹീസ് എ സെയിം ഗാഡ്, ഹീസ് എ സെയിം ജീസസ് യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. പ്രൈസ് ഗാഡ്. വിശ്വാസമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ, നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കമോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കമോൺ. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. Praise God. Hallelujah. He can transform your Calvary into victory. നമ്മുടെ ജീവിതത്തിൽ കാൽവറിയായിട്ട് കാണുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ശാപമായി കാണുന്നത്, പ്രൈസ് ഗോഡ്, മനുഷ്യൻ നമ്മെ തെറ്റായി ചിത്രീകരിക്കുന്നത്, മനുഷ്യൻ നമ്മെ കാണുന്ന വ്യത്യസ്തമായ രീതി എന്തുമായിക്കൊള്ളട്ടെ, അത് പരാജയമാകട്ടെ, അതൊരു പക്ഷേ ശാപമാകട്ടെ, നിന്ദയാകട്ടെ, തള്ളപ്പെടലാകട്ടെ, ഏകാന്തതയാകട്ടെ, വാട്ട് എവർ യു മേ നെയിം ഇറ്റ് ഇൻ യുവർ ലൈഫ്, but the Lord is able to transform your Calvary into victory this morning. ഇന്ന് പകലിൽ നിങ്ങളുടെ കാൽവറിയെ ജയമാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാ. ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നമേ പോയവരാരും ജീവനോടെ തിരിച്ചു വന്ന് കാണില്ല. നിങ്ങൾക്ക് മുന്നമേ ആ സ്ഥാനത്തിരുന്നവരാരും ഒരു പക്ഷേ ജയാളികളായി കാണണമെന്നില്ല. നിങ്ങൾക്ക് മുന്നമേ ആ സ്ഥാനം വഹിച്ചവരാരും ഒരു പക്ഷേ ജയിച്ചു കാണണമെന്നില്ല. നിങ്ങൾക്ക് മുന്നേ വന്നവരെല്ലാം അവിടം കൊണ്ട് അവസാനിച്ച് കാണും, അവിടം കൊണ്ട് പരാജയപ്പെട്ട ഒരു ദൗത്യമായിരിക്കാം. ബട്ട് ടു ദ സെയിം പ്ലേസ് വെൻ എ ചൈൽഡ് ഓഫ് ഗോഡ് കംസ് ഇൻ ടു, അതേ സ്ഥാനത്തേക്ക് പ്രൈസ് ഗോഡ് ഒരു ദൈവ പൈതൽ വരുമ്പോൾ അന്നുവരെയുള്ള ചരിത്രം മാറ്റി കുറിക്കപ്പെടുകയാണ്. കം ഓൺ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. വിശ്വാസമുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉറച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah, hallelujah, hallelujah. Come on. ചങ്കിയിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണ ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. കമോൺ, ഇച്ചിരി വോളിയം കൂട്ടിക്കോ, കുഴപ്പമില്ല. ചങ്കോടണ ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു, കാൽവറിയിൽ ചിന്തിയ
രക്തത്തിൻ ഫലമായി കൽവറിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്കു ദാനമായി രക്ഷ നൽകി. സാധുവായ എനിക്കു ദാനമായി രക്ഷ നൽകി. എന്താ കൂട്ടിലിരുന്ന ബ്രദർ എത്തി കാണാനില്ലോ? പ്ലീസ് പോയോ? ഓക്കെ, കുഴപ്പമില്ല, ബുദ്ധിമുട്ടിയുണ്ട് സ്ഥലം. കമോൺ, ഒന്ന് ഉഷാറായിട്ട് വായിക്കും. ഒരു താളമേളൊക്കെ കൊടുത്ത് കർത്താവിന് താങ്ക് യു പ്രൈസ് ഗാഡ്. താങ്ക് യു ബ്രദർ, പ്രൈസ് ഗാഡ്. കമോൺ, അവർക്കൊരു കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കമോൺ, ഉച്ചത്തിൽ. എനിക്ക് ഈ മോണിറ്റർ ഒരു പൊടി കൂടെ കൂട്ടിത്തരാമോ? എൻ്റെ ചെവി കുറച്ച് കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കേട്ടോ, സോറി. ഇച്ചിരി കൂട്ടിത്തരണേ. ഹല്ലേലൂയ. കുറച്ചും കൂടെ. ഹല്ലേലൂയ. താങ്ക് യു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടാണ് ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കോടാണ് ചവനേ ചാരിടുന്നു. കൽവറിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി കൽവറിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്കു ദാനമായി രക്ഷ നൽകി. സാധുവായ എനിക്കു ദാനമായി രക്ഷ നൽകി. ഹല്ലേലൂയ. 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 ആമേൻ. കരലടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗാഡ്. നിർത്തല്ലേ, ഞാൻ പറഞ്ഞിട്ട് നിർത്താവുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. 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 പ്രൈസ് ഗാഡ്. 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 കം ഓൺ, പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കം ഓൺ. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Hallelujah, hallelujah. Thank you, Jesus. Hallelujah. Come on. ഉച്ചത്തിൽ, പരമാവധി ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടെന്ന തിരുവെഴുത്ത് പറയുന്നത്. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. ശ്രദ്ധിക്കണമേ. പ്രൈസ് ഗാഡ്. ബിഹൈൻഡ് എവറി കവനന്റ് ദാറ്റ് ഗാഡ് ഹാസ് മെയ്ഡ് വിത്ത് മാൻ ദർ ഈസ് ആൻ അൾട്ടിമേറ്റം ഓഫ് ഒബീഡിയൻസ്. ദൈവം ആരോടൊക്കെ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ, ആരിലൂടെയൊക്കെ ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പിറകിൽ
ആരുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്തത്? ആ വ്യക്തികളുടെ ഒരു അനുസരണം വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അനുസരണമില്ലാതെ ഒരിക്കലും ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മാനവകുലം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉടമ്പടി എന്നുള്ളത് കാൽവറി ക്രൂശിലാണ്. പ്രൈസ് ഗോഡ്. ദൈവം തൻ്റെ പുത്രനിലൂടെ ചെയ്ത ഉടമ്പടിയാണ്. ഇവിടെയാണ് യേശു കർത്താവിൻ്റെ അനുസരണത്തെ തികഞ്ഞതായി തിരുവെഴുത്തിൽ കാണുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ തൻ്റെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയാചന കഴിച്ചു. തൻ്റെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ ശക്തനായവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയാചന കഴിച്ചു. പുത്രനിമിത്തം താൻ സഹിച്ച കഷ്ടങ്ങളാൽ, താൻ സഹിച്ച കഷ്ടങ്ങളാൽ അനുസരണം തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് അവൻ ആരായിത്തീർന്നു? നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നു. പ്രൈസ് ഗോഡ്. ഓരോ വാഗ്ദാനത്തിന് അപ്പുറത്തേക്ക്, വാഗ്ദാനത്തിൻ്റെ ഉടമ്പടിയുടെ പിറകിൽ അനുസരണമുണ്ടെങ്കിൽ ഉടമ്പടിക്ക് അപ്പുറത്തേക്ക് ദൈവിക വാഗ്ദത്തമുണ്ട്. ആ ഉടമ്പടിയുടെ വാഗ്ദത്തം ആർക്കൊക്കെ ലഭിക്കുന്നോ അവരിലൂടെ അവർക്ക് ലഭിക്കണമെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു മേജർ കോൺട്രിബ്യൂഷൻ, മാൻഡേറ്ററി ആയിട്ടൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഒബീഡിയൻസ് ആണ്. ഞാൻ 2 വാക്ക് ഒബീഡിയൻസിനെ കുറിച്ച് 2-3 വാക്കൊന്ന് പറയട്ടെ. പ്രൈസ് ഗോഡ്. ഒബീഡിയൻസ് ഇറ്റ് പേയ്സ് മച്ച്. അനുസരണം എന്നുള്ളത് വിലപിടിപ്പുള്ള കാര്യമാണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ് ഓർ പെയിൻഫുൾ. ചില സമയത്ത് അത് ഒത്തിരി വില കൊടുക്കേണ്ടി വരുന്നതാണ്. ചില സമയത്ത് അത് ഒത്തിരി വേദനിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ആരിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ അവിടെയെല്ലാം അനുസരണം പാലിച്ചവരായി നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ they were fully obedient to the voice of God. ദൈവത്തിൻ്റെ ശബ്ദത്തോട് അവർ അനുസരണം പുലർത്തിയത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് അവർക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് കാരണമായി തീർന്നത്. പ്രൈസ് ഗോഡ്. Obedience sometimes it will disturb your comfort zone. Obedience, അനുസരണം എന്നുള്ളത് ചില സമയങ്ങളിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നല്ല, അവർ കംഫർട്ട് സോൺ, നാം സ്വസ്ഥമായി തോന്നുന്ന പലതും ചില സമയത്ത് നമ്മെ അവിടെ അസ്വസ്ഥരാക്കും. ഹലോ, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. അത് വിലപിടിപ്പുള്ളതാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വെൻ യു ഗോ ടു ദ ബുക്ക് ഓഫ് മാത്യു, മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് എനിക്ക് തോന്നുന്ന 14-ാം അധ്യായത്തിലെന്ന് തോന്നുന്നു, അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ശിഷ്യന്മാർ വിട്ട് മലമുകളിലേക്ക് പ്രാർത്ഥിപ്പാൻ പോയി. ശിഷ്യന്മാർ ഒറ്റയ്ക്ക് പടകിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതുപോലെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റ് കടലിലുണ്ടാക്കുകയാണ്. അവരുടെ പടകിനെതിരെ ആഞ്ഞടിക്കുകയാണ്. പടക് മുങ്ങാവുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോഴാണ് ഇതാ someone approaching them walking on the water. വെള്ളത്തിന്മേൽ കൂടെ നടന്ന് ആരോ കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്? നമുക്ക് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. So they began to cry even more on seeing someone walking towards them on the water. വെള്ളത്തിലൂടെ ആരോ നടന്നു വരുന്നത് കണ്ട് അവരെ കുറച്ചും കൂടെ ഭയം അത് വർദ്ധിപ്പിച്ചു. ഇറ്റ് deteriorated their frightening situation. അങ്ങനെ നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞേ, പീസ് ബി സ്റ്റിൽ, ഇറ്റ് ഈസ് ഐ, ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. Upon hearing the voice of Jesus, the disciples, exclusively Peter, recognized his voice. And Peter said, Lord, if it is you, command me that I may come to you walking on the water. കർത്താവേ, അത് നീയാകുന്നുവെങ്കിൽ, ഇത് നീയാണെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ കൂടെ നടന്നു വരാനായിട്ട് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. Jesus said, come. Hello? Probably Peter was expecting a word called calm. പത്രോസ് പ്രതീക്ഷിച്ച ഒരു പക്ഷേ കാമായിരിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞത് കം. നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ വിചാരം എല്ലാ പ്രശ്നവും തീർന്നിട്ടൊന്ന് ഒരു 2 ദിവസം ഉപവാസം ഇരിക്കാന്ന് വെച്ചാൽ നടക്കില്ല. തിരയടങ്ങിയിട്ട് ഒരിക്കലും കടലിറങ്ങാൻ പറ്റില്ല. വിഷമായി പോയില്ലേ? കമോൺ. നമ്മൾ വിചാരിക്കണം എല്ലാം ഒന്ന് ശരിയായിട്ട് വേണം കർത്താവിന് വേണ്ടി ഒന്ന് ഇറങ്ങണം, എല്ലാം ഒന്ന് ശരിയായിട്ട് ഒന്ന് സ്നാനപ്പെടണം, പ്രശ്നമൊക്കെ മാറിയിട്ട് കർത്താവിനോടൊന്ന് ആലോചന ചോദിച്ച് സ്നാനപ്പെടാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം പ്രശ്നമൊക്കെ മാറിയ ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം, കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വേല ചെയ്താൽ സ്വസ്ഥമായിട്ട് വേല ചെയ്യാലോ. ഹലോ, ഈ വേല തന്നെ സ്വസ്ഥമാണ് കേട്ടോ.
നമ്മുടെ വിചാരം സ്വസ്ഥമായിട്ട് വേല ചെയ്യാൻ ചിന്തിക്കും. പക്ഷെ വേല ഭയങ്കര സ്വസ്ഥമായ ഒരു ശുശ്രൂഷയാണ്. അല്ലാതെ നമ്മളുടെ പ്രശ്നങ്ങൾ മാറിയിട്ട് സ്വസ്ഥത ലഭിക്കുന്നതല്ല വേല. പ്രശ്നത്തിൻ്റെ നടുവിലും സ്വസ്ഥത അനുഭവിക്കുന്നതാ കർത്താവിനെ സേവിക്കുന്ന അനുഭവം എന്നുള്ളത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അത് വർദ്ധിച്ചവർക്ക് അത് നിമിത്തം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചവർക്ക് അത് നിമിത്തം ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. ധാന്യം എന്നുള്ളത് സ്വസ്ഥതയെ കാണിക്കുന്നു, വീഞ്ഞെന്നുള്ളത് സന്തോഷത്തെ കാണിക്കുന്നു. അപ്പോൾ ഇത് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള സ്വസ്ഥതയും സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷം ഒന്നുമില്ലാത്ത എനിക്ക് കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്നു. കാരണം എന്താ? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ധാന്യം വീഞ്ഞു വർദ്ധിക്കുമ്പോൾ സമ്പത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുകയാണ്. കാരണം ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഒന്നുമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടെ കിടന്നുറങ്ങിയാണ്. എന്നുവെച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സമ്പത്തിനെ കുറിച്ച് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ചിലക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടും, ചിലക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും. പക്ഷെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, മണി ഈസ് നോട്ട് ഹിസ് മാസ്റ്റർ. അങ്ങനെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പണം അവൻ്റെ യജമാനനല്ല, ബട്ട് ദ മണി ഹിസ് സെർവൻറ്റ്. പണം അവൻ്റെ ദാസനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വസ്ഥതയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം കർത്താവേ, അങ്ങല്ലോ എന്നെ നിർഭയം. അതുകൊണ്ട് ഞാൻ ആ പദം അങ്ങനെ നിർഭയം. കാരണം അങ്ങനെ നിർഭയം എന്ന് പറയാൻ കാരണം ധാന്യം വീഞ്ഞു വർദ്ധിക്കുമ്പോൾ പിന്നെ ഭയമാണ്. ആരെയും അപഹരിച്ചു കൊണ്ടുപോകുമോ, മിദ്യാനിൽ അടിച്ചു കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ശബായിൽ അടിച്ചു കൊണ്ടുപോകുമോ, മറ്റുള്ള ശത്രുക്കളെ കൊണ്ടുപോകുമോ, കള്ളന്മാർ വന്ന് തുറന്നു കൊണ്ടുപോകുമോ. ഇതൊക്കെ വലിയ ചിന്തയാണ്. ഇത് എവിടെ കൊണ്ട് ഇതെല്ലാം മൂടി വയ്ക്കും? ഇനി സ്വസ്ഥത ലഭിക്കുമോ? ഇനി ED വരുമോ? എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് വരുമോ? അല്ലെങ്കിൽ അവർ വരുമോ, ഇവർ വരുമോ, അന്വേഷിക്കാൻ വരുമോ എന്നുള്ള ഭയമൊന്നും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് കർത്താവിലാണ്. Come on. Hallelujah. അവൻ്റെ സ്വസ്ഥത കർത്താവാണ്. കർത്താവ് പറഞ്ഞു, മൈ പീസ് ഐ ഗീവ് ഇറ്റ് അൻടു യു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എത്ര പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൻ്റെ സമാധാനം. കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, he himself had gone through the areas of excruciating scenarios. ഈ കഠിന വേദനയിലൂടെ കർത്താവ് കടന്നുപോയി. കർത്താവ് പറയുന്നുണ്ട്, തന്നെ പിടിക്കാൻ വന്നപ്പോൾ പറയുന്നുണ്ട്, ഇത് ഇരുട്ടിൻ്റെ നാഴികയും നിങ്ങളുടെ സമയവുമാണ്. സോ അവർ ജീസസ് ഹിംസെൽഫ്, he had gone through the darkest hours of valleys in his life. തൻ്റെ ശുശ്രൂഷയിലും തൻ്റെ ഭൂമിയിലെ പ്രയാണത്തിലും കൂരിരുട്ടിൻ്റെ പാന്താവിലൂടെ കർത്താവ് കടന്നു പോയിട്ടുണ്ട്. കർത്താവ് അതാ പറഞ്ഞത്, ഇത് ഇരുട്ടിൻ്റെ നാഴികയും, നിങ്ങളുടെ സമയം ഇരുട്ടിൻ്റെ നാഴികയുമാണ്. എനിക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, ഇരുട്ടിൻ്റെ സമയമാണ്, നിങ്ങളുടെ നാഴികയാണ്. പ്രൈസ് ഗാഡ്. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടിൻ്റെ കാലഘട്ടമുണ്ട്. വി ഓൾ പാസ് ത്രൂ ദാറ്റ് ഏരിയ ഓഫ് ഡാർക്കസ്റ്റ് അവേഴ്സ് ഇൻ ദ ലൈഫ്. ദ ബൈബിൾ സേസ്, ദ ബുക്ക് ഓഫ് Psalms 23 verse 4, even though I walk through the valley of the shadow of death, മരണനിഴലിൻ താഴ്വരയിലൂടെ ഞാൻ സഞ്ചരിച്ചാലും ഐ വിൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് എനി ഈവിൾ. ഞാൻ ഒരു അനർത്ഥത്തെക്കുറിച്ചും ഭയപ്പെടുകയില്ല. കാരണം അനർത്ഥം മറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇരുട്ടെന്നുള്ളത്. അനർത്ഥം കെണിയിരിക്കുന്ന സ്ഥലമാണ് കൂരിരുട്ടെന്നുള്ളത്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിൻ്റെ നടുവിലും തിരുവെഴുത്ത് പറയുന്നത്, ഐ വിൽ നോട്ട് ബി അഫ്രൈഡ്, ഞാൻ ഭയപ്പെടുകയില്ല. ഫോർ thou art with me, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഈ ഒരു മേഖലയുണ്ട്. കർത്താവ് അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇനി അതിൻ്റെ നടുവിലും കർത്താവ് സ്വസ്ഥത അനുഭവിച്ചു. സമാധാനം നഷ്ടപ്പെട്ടതായി കാണുന്നില്ല. കർത്താവ് തികഞ്ഞ സമാധാനത്തോടെ, തികഞ്ഞ പക്വതയോടുകൂടെ, തികഞ്ഞ സമാധാനത്തോടെ, തികഞ്ഞ പക്വതയോടുകൂടെ, തികഞ്ഞ താഴ്മയോടുകൂടെ, തികഞ്ഞ അനുസരണത്തോടുകൂടെ തൻ്റെ മുന്നിലുണ്ടായിരുന്ന ദൗത്യം ഭംഗിയായി കർത്താവ് നിവർത്തിച്ചു. ഇത്ര കൃത്യതയോടെ തന്നിൽ നിക്ഷിപ്തമാക്കിയ പിതാവ് ഏൽപ്പിച്ച ദൗത്യം അത്ര കൃത്യതയോടെ, അതിൽ നിന്നും ഒരു പ്രാവശ്യം പോലും അണുവിട വ്യതിചലിക്കാതെ അത്ര കൃത്യതയോടെ നിവർത്തിച്ച ഒരുവൻ്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലും ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ആരാധ്യനായ യേശുവിൻ്റെ പാദമാണ്. യേശുവിനെ പോലെ ആരുമില്ല. എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയുന്ന കാര്യം, യേശുവിനെ പോലെ ആരും ലോകത്ത് ജനിച്ചിട്ടില്ല, യേശുവിനെ പോലെ ആരും ലോകത്ത് ജീവിച്ചിട്ടില്ല.
യേശുവിനെ പോലെ ആരും ലോകത്തിൽ മരിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും അക്ഷയനായി അജയനായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിനെ പോലെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. യേശുവിനെ പോലെ രാജാതി രാജാവായി കർത്താതി കർത്താവായി വാഴുന്നവൻ ആരുമില്ല. യേശുവിനെ പോലെ മടങ്ങി വരാൻ പോകുന്നവനും യേശു മാത്രം, പകരക്കാരനില്ലാത്ത ഒറ്റ ഒരുവൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പ്രസംഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. നന്നായിട്ട് ഇത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കം ഓൺ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രൈസ് ഗോഡ്. കാരണം കർത്താവേ, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കും. നിർഭയം, പ്രൈസ് ഗോഡ്, ഫിയർലെസ്ലി, നിർഭയം, ഭയമില്ലാതെ നീ എന്നെ വസിക്കുമാറാക്കുന്ന ദൈവമാണ്. ഞാൻ വേഗത്തിൽ പിന്നെയും മടങ്ങി പോകട്ടെ. സ്തോത്രം. സോ obedience will sometime disturb your comfort zone, yet you will never lose the peace of God. അനുസരണം എന്നുള്ളത്, ദൈവവചനപ്രകാരമുള്ള അനുസരണം എന്നുള്ളത് നമ്മുടെ സ്വസ്ഥത അത് കെടുത്തിയേക്കാം, പക്ഷെ ഒരിക്കലും സമാധാനം കെടുത്തി കളയുകയില്ല. sometime it will disturb your comfort zone. നാം എൻ്റെ സ്വസ്ഥമാണ് എന്ന് തോന്നുന്ന പലതും ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പ്രൈസ് ഗോഡ്. Sometime God will make you walk upon the silent waters. Sometime God will make you walk upon the violent waters. ഹലോ, ചില സമയത്ത് കർത്താവ് കലങ്ങി മറിയുന്ന വെള്ളത്തിന് മേൽ കൂടെ നമ്മെ നടക്കുമാറാക്കും. ചില സമയത്ത് കർത്താവ് നമ്മെ ശാന്ത സമുദ്രത്തിന് മുകളിലൂടെ നടക്കുമാറാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ He's the same God who can make you walk upon both violent and silent waters. കലങ്ങി മറിയുന്ന വെള്ളത്തിന്മേൽ നടത്തുന്ന അതേ കർത്താവ് തന്നെയാണ് ശാന്തമായ വെള്ളത്തിന് മുകളിൽ നമ്മെ നടക്കുമാറാക്കുന്നത്. Some waters can be divided, some waters can be silent, some waters will never be silent nor be divided, yet God will make you triumphantly victorious over even the violent waters. ചില വെള്ളങ്ങൾ കർത്താവ് വിഭാഗിച്ചേക്കാം, ചിലത് കർത്താവ് വിഭാഗിക്കണമെന്നില്ല. ചിലത് കർത്താവ് ശാന്തമാക്കിയേക്കാം, ചിലത് കർത്താവ് വിഭാഗിക്കുകയില്ല, ശാന്തമാക്കിയില്ല. എങ്കിലും എത്ര കലങ്ങി മറിയുന്നതിന് നടുവിലും സമാധാനത്തോടെ നടത്തുമാറാക്കുന്ന ദൈവമുണ്ട്. Come on, hallelujah. പക്ഷേ ഒബീഡിയൻസ് ഈസ് എ കീ. അനുസരണമാണ് അതിലേറ്റവും പ്രാധാന്യം എന്നുള്ളത്. സംടൈം ഇറ്റ് വിൽ ഡിസ്ട്രോയ് യുവർ ഈഗോസ്. അനുസരണത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടേതായ സെൽഫിഷ്നെസ്, നമ്മുടെ ഈഗോ, മറ്റുള്ളവരെന്നെ തിരിച്ചറിയണം, മറ്റുള്ളവരെന്നെ അംഗീകരിക്കണം, മറ്റുള്ളവരെന്നെ ബഹുമാനിക്കണം എന്നുള്ള നമ്മുടെ ഈഗോ എല്ലാം ഈ അനുസരണത്തോടുകൂടെ അതെല്ലാം തച്ചുടയപ്പെടുകയാണ്. കാരണം അനുസരണം എന്നുള്ളത് ഈ സ്പിരിച്വൽ ടെർമിനോളജി നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ സാക്രിഫൈസ്. അതൊരു യാഗമാണ്. ആ യാഗപീഠത്തിങ്കിൽ നമ്മുടെ ഈഗോ മുഴുവൻ എരിഞ്ഞമർന്നു പോകും, കത്തി അമർന്നു പോകും. മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കണമെന്ന ചിന്ത പോലും അവിടെ ഇല്ലാതെയായി പോകും. മറ്റുള്ളവർ നമ്മെ ആദരിക്കണമെന്ന ചിന്ത പോലും അവിടെ എരിഞ്ഞമർന്നു പോകും. മറ്റുള്ളവർ മുമ്പാകെ എനിക്ക് ആദരവ് ലഭിക്കണമെന്ന ചിന്ത, ഞാൻ നല്ലവനാണ്, എൻ്റെ പാട്ട് നല്ലതാ, എൻ്റെ പ്രസംഗം നല്ലതാ, എൻ്റെ ജോലി നല്ലതാ, എൻ്റെ സ്ഥാനം നല്ലതാ, എൻ്റെ ബിസിനസ് നല്ലതാ, എൻ്റെ പൊസിഷൻ നല്ലതാ, എൻ്റെ ശുശ്രൂഷ നല്ലതാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയണമെന്ന ചിന്ത പോലും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, മുഴുവൻ വായിക്കേണ്ട, പക്ഷെ എങ്കിൽ പോലും സമയം, സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു പ്രെയർ ഉണ്ട്, അത് മൊത്തം ഒന്ന് വായിച്ചു നോക്ക്. ഒരുമാതിരിപ്പെട്ടവൻ്റെ നെഞ്ചൊക്കെ ഒന്ന് പിടയ്ക്കും. എപ്പോഴെങ്കിലും സമയം ഗൂഗിൾ സെർച്ചിൽ പോയി കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു പ്രെയർ ഉണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന മാത്രം ഒന്ന് വായിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ബാക്കി അങ്ങോട്ട് പോകണ്ട, അത് മാത്രം ഒന്ന് വായിച്ചാൽ മതി. നല്ലൊരു പ്രാർത്ഥനയാണ്. പ്രൈസ് ഗോഡ്. യാഥാർത്ഥ്യത്തിന് വേണ്ടിയുള്ളൊരു ദാഹം അതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അനുസരണം എന്നുള്ളത് പലപ്പോഴും നാം സ്വസ്ഥമെന്ന് തോന്നുന്ന പലതും ഒരു പക്ഷേ നമ്മെ അസ്വസ്ഥമാക്കി കളയും. ഞാൻ പറഞ്ഞല്ലോ, പല മേഖലകളിൽ നമ്മെ ഉടയ്ക്കും. അത് പല മേഖലകളിലും നമ്മെ അത് പൊളിക്കുവാനിടയായിത്തീരും. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, കം, വരിക. ആൻഡ് ഹി സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ ബോട്ട്. താൻ പടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചുറ്റുപാടുകളിലേക്ക് നോക്കി, കർത്താവിലേക്ക് നോക്കി, വെള്ളത്തിന്മേൽ നടക്കുവാൻ തുടങ്ങി. ബട്ട് he was taken by the kind of situations that was surrounding him.
ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കിയപ്പോൾ that began to drown him in the water. തന്നെ വെള്ളത്തിലേക്ക് മുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിൽ പോലും ഇറങ്ങി തിരിച്ചത് വിളിച്ചവൻ്റെ വാക്കിലായതുകൊണ്ട്. Come on, praise God. അല്പം പരാധീനത കൊണ്ടോ, അല്പം അപജയം കൊണ്ടോ, അല്പം ക്ഷീണം കൊണ്ടോ, ബലഹീനത കൊണ്ടോ ഇറങ്ങിയ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങിയെങ്കിൽ പോലും വിളിച്ചത് കർത്താവായതുകൊണ്ട് മുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. വിളിച്ചവൻ കരം പിടിച്ചുയർത്തുന്ന ദൈവമാണ്. He's the same God even today. അതേ കർത്താവ് തന്നെയാണ് ഇന്നും നമ്മുടെ ദൈവം. ഹലോ, ഹല്ലേലൂയ, come on, praise God. ഇറങ്ങി തിരിച്ചത് കർത്താവിൻ്റെ വാക്കിനാലായതുകൊണ്ട്, because you set out by the word of Jesus. ഇറങ്ങി തിരിച്ചത് വിളിച്ചവൻ്റെ വാക്കിലാണ്. അതുകൊണ്ട് ഒരിക്കലും മുങ്ങിപ്പോയി എന്ന് തോന്നിയാൽ പോലും താഴ്ത്തേക്ക് പോകില്ല. വിളിച്ചവൻ തന്നെ മുങ്ങുന്നവൻ്റെ കരം പിടിച്ച് പൊക്കിയെടുക്കുമാറാക്കും. അനുഭവമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. അലറുന്നിയാഴിയിൽ അലയതിഘോരം, തോന്നുന്നു ഭീതിയൻ പ്രതിഭാരം. അലറുന്നിയാഴിയിൽ അലയതിഘോരം, തോന്നുന്നു ഭീതിയൻ പ്രതിഭാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, ഏന്തുകത്ര കരമതിനാൽ. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ, ഏന്തുകത്ര കരമതിനാൽ. യാഹേ നീയൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. ഹല്ലേലൂയ. ആ ലൈൻ ഞാൻ പാടാറില്ല, തെറ്റായിട്ടല്ല, പക്ഷെ അത് പാടാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ഗാഡ്. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണ് തകർന്നിപ്പോൾ കറക്റ്റാണത്. പ്രൈസ് ഗാഡ്. പത്രോസിനോട് കർത്താവ് കൽപ്പിച്ചു, ആൻഡ് ഹി സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ ബോട്ട് ഇൻ ഒബീഡിയൻസ്. അനുസരണത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇറങ്ങിത്തിരിച്ചത് വിളിച്ചവൻ്റെ വാക്കിനാലായതുകൊണ്ട്, വിളിച്ചവൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ടാണ്. അതിൽ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഇറങ്ങിത്തിരിപ്പാൻ കാരണമായി തീർന്നത് കർത്താവ് പറഞ്ഞ വാക്കിനാണ്. അതുകൊണ്ട് ഒരിക്കലും കൈവിടപ്പെട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സുഖ സൗകര്യങ്ങളും പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ശേഷം പല അവിചാരിതമായ അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾ ജീവിതത്തിൽ വന്ന് കാണും. ചിലരൊക്കെ ചോദ്യം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അയ്യോ, ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവിടെ ആയിരുന്നപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായി, ബുദ്ധിമുട്ടായി, രോഗമായി, ഭീതിയായി, ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ നടുവിൽ പോലും തികഞ്ഞ സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഭക്തൻ്റെ ഉള്ളത്തിലേക്ക് തരികയാണ്. പ്രൈസ് ഗാഡ്. ഇറങ്ങിത്തിരിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇറങ്ങിത്തിരിച്ച വാക്കിൻ്റെ കുഴപ്പം കൊണ്ടുമല്ല, കേട്ട ശബ്ദത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആരുടെയും കുഴപ്പമല്ല. ഇതിനകത്തൊരു പണിയപ്പെടൽ നടക്കുകയാണ്.
ഹല്ലേലൂയ. ഒരു പണിയപ്പെടൽ നടക്കുകയാണ്. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്, എങ്കിലും 2 വാക്ക് ഇതിനോട് ചേർത്ത് പറയട്ടെ. പ്രൈസ് ഗാഡ്. ആ കല്ലിന്മേൽ വന്ന് വീഴുന്ന ഏവനും തകർന്നു പോകും. ആ കല്ല് ഏതെങ്കിലും ഒരുവന്റെ മേൽ വന്ന് വീണാൽ അത് അവനെ ധൂളിപ്പിക്കും. 2-ാമത്തേതിലേക്ക് ഞാൻ പോകുന്നില്ല. 2-ാമത്തേത് നശിപ്പിക്കപ്പെടലിൻ്റെ ഭാഗമാണ്, ഡിസ്ട്രക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ 1-ാമത്തേത് കൺസ്ട്രക്റ്റീവ് ഫിനോമിനയാണ്, പണിയപ്പെടലാണ്. അതായത് സാക്ഷാൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലേക്ക് ഒരുവൻ വന്ന് വീഴുമ്പോൾ നമ്മുടെ മുൻകാല ആഗ്രഹങ്ങളും നമ്മുടെ മുൻകാലത്തെ ചിരകാല സ്വപ്നങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും പലതും ഈ കല്ലിൽ വന്ന് വീഴുമ്പോൾ ഉടയുകയാണ്. നമ്മുടെ മുൻകാല എല്ലാ ആഗ്രഹങ്ങൾക്കും ഈ കല്ലിലേക്ക് വന്ന് വീണപ്പോൾ എൻട്രി ലഭിച്ചിട്ടില്ല. അതായത് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ പല സ്വപ്നങ്ങൾക്കും മാറ്റം വരുത്തേണ്ടി വന്നു. നമ്മുടെ പല തീരുമാനങ്ങൾക്കും മാറ്റം വരുത്തേണ്ടി വന്നു. നമ്മുടെ പല അഭിലാഷങ്ങൾക്കും മാറ്റം വരുത്തേണ്ടി വന്നു. എല്ലാ ആഗ്രഹങ്ങൾക്കും കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ എൻട്രി ലഭിച്ചില്ല. കാരണം അന്ന് വരെ സഞ്ചരിച്ച ഡയറക്ഷനിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കർത്താവിങ്കിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ സഞ്ചരിപ്പാനിടയായത്. അതുകൊണ്ട് ഈ പാതയ്ക്ക് നിരക്കാത്ത ഒരു ആഗ്രഹങ്ങൾക്കും നമുക്ക് അനുവാദം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പല ആഗ്രഹങ്ങളെയും പൊട്ടിക്കേണ്ടതായിട്ട് വന്നു, പല തീരുമാനങ്ങൾക്കും മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു, പല കൂട്ടുകെട്ടുകളും പൊട്ടി മാറ്റേണ്ടതായിട്ട് വന്നു. കാരണം എന്താണ്? ഈ കല്ലിന്മേൽ വന്ന് വീഴുമ്പോൾ now you are being constructed in accurate proportion to this ചീഫ് കോർണർസ്റ്റോൺ. ഈ സാക്ഷാൽ ജീവനുള്ള മൂലക്കല്ലിൻ്റെ ആനുപാതത്തിൽ, കൃത്യതയിൽ ദൈവം നമ്മെ പണിയുന്നത് കൊണ്ട്, ഈ കല്ലിലേക്ക് വന്ന് വീഴുമ്പോൾ ഈ കല്ലിൻ്റെ ആനുപാതത്തിൽ പണിയപ്പെടുന്നത് കൊണ്ട് ഈ കല്ലിൻ്റെ ആനുപാതത്തിന് നിരക്കാത്ത ഒരാഗ്രഹങ്ങളെയും കർത്താവ് സാധിപ്പിച്ചു തരില്ല. അതെല്ലാം ഉടയപ്പെടുകയാണ്. ഉടയപ്പെടുന്നത് വേദനിക്കുന്നതാണെങ്കിലും വലിയൊരു പണിയപ്പെടൽ അവിടെ നടക്കുകയാണ്. Hallelujah. Come on, hallelujah. Praise God, praise God. ഒന്നും കൂടെ പറയട്ടെ, കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് we all had our own dreams, our own expectations, our own aspirations prior to our entry to the kingdom of God. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. But not necessarily all our former dreams and expectations or aspirations are fulfilled upon coming to Jesus. എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ സാധ്യമാകണമെന്നില്ല. കാരണം എന്താണ്? പണിയപ്പെടുന്നത് സാക്ഷാൽ ജീവനുള്ള കല്ലായ മൂലക്കല്ലിലേക്ക് വന്ന് വീണിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ ഈ വീഴുന്ന കല്ലിൻ്റെ ആനുപാതത്തിന് നിരക്കാത്ത ഒരാഗ്രഹങ്ങളും കർത്താവ് സാധിപ്പിച്ചു തരില്ല. കാരണം വീഴുന്നത് ജീവനുള്ളതിലേക്കാണ്. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും മറ്റൊന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്ന് വീണിരിക്കുന്നത് ജീവനുള്ള കല്ലിലേക്കായതുകൊണ്ട് ജീവന് നിരക്കാത്തതെല്ലാം മുറിച്ചു മാറ്റപ്പെടുകയാണ്. ഹലോ, കമോൺ. എല്ലാം സാധിപ്പിച്ചു തരാമെന്ന് പറയുന്ന മറ്റൊരു സുവിശേഷം ലോകത്തിൽ പ്രചരിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ദ ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട്. ഹല്ലേലൂയ, കമോൺ, ഹല്ലേലൂയ, കമോൺ. അത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഉത്സാഹമായിട്ടൊന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. കർത്താവിലേക്ക് വന്നപ്പോൾ നമ്മുടെ പഴയ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി. സന്തോഷത്തോടെ പറയണത്. കമോൺ, നല്ല തികഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ ജീവനുമായി ബന്ധമില്ലാത്തതെല്ലാം ഉടയപ്പെട്ടു. ഹല്ലേലൂയ. ഉടയുകയാണെങ്കിൽ ഉടയവന്റെ കയ്യിലിരുന്ന് ഉടയണം. ജീസസ്. വിശ്വാസമുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഓൺ, ഹല്ലേലൂയ. ഉച്ചത്തിൽ, ഉച്ചത്തിൽ. ആ വന്ന് വീഴലും ഒരനുസരണത്തോടു കൂടെയാണ്. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതും അനുസരണത്തോടു കൂടെയാണ്. ഇനി 1-2 പഴയ നിയമത്തിലെ സംഭവങ്ങൾ കൂടെ പറഞ്ഞ ശേഷം പെട്ടെന്ന് ഞാൻ ഈ സന്ദേശത്തെ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെയും ഒരനുസരണത്തിൻ്റെ തലം ഒത്തിരിയുണ്ട്. അതിൽ ഗിദെയോനുമായിട്ടുള്ള ബന്ധത്തിൽ
ഒരു അനുസരണത്തിൻ്റെ ഒരു അനുശാസനം, ഒരു കൽപ്പന, ആജ്ഞാപനം നമ്മൾ കാണുന്നുണ്ട്. മിദ്യാന്യരുടെ കൈകളാൽ ഇസ്രായേൽ ജനത്തിനുണ്ടായ വലച്ചിലും ബുദ്ധിമുട്ടും ഉപദ്രവവും അവർ നിമിത്തം നേരിട്ട അപഹരണവും നിമിത്തം ഈ ജനം വലഞ്ഞു. അങ്ങനെ ദൈവം ഭയന്നിരിക്കുന്ന ഗിദെയോനെ തൻ്റെ ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ചാപ്റ്റർ 6. പ്രൈസ് ഗാഡ്. ഗിദെയോൻ ഉടനെ കാരണം അവിടെ പറയുന്നത്, എപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിളവുകൾ ഇറക്കുമോ അത് കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ശത്രുക്കൾ വന്ന് അപഹരിച്ചു കൊണ്ടുപോകും. ഇറ്റ് ഈസ് സോ പെയിൻഫുൾ. നമുക്കറിയാം, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ, വിളവ് കൊയ്തെടുക്കുന്ന സമയമാകുമ്പോൾ അന്യർ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന വേദന എന്താണ്? വിതയ്ക്കുന്ന സമയത്ത് നശിപ്പിക്കുന്നത് അത്രയും വേദനയില്ല. പക്ഷേ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ, വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ, ഹല്ലേലൂയ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല മെച്യൂരിറ്റി ആകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭവിഷ്യത്തോ തെറ്റായ കൂട്ടുകെട്ടോ സംഭവിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വ്യഥ എത്ര ഭയങ്കരമായിരിക്കും. ഇതുപോലെ തന്നെ ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇറ്റ്സ് വിൻറ്റേജ്, അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ദി എനിമീസ് വിൽ കം ആൻഡ് പ്ലണ്ടർ ദം. മുഴുവനും അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ശേഷിച്ചത് പോലും ഇട്ടുകളയാതെ തീയിട്ട് നശിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ജനം മുഴുവൻ വലഞ്ഞിരിക്കുമ്പോൾ ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ ജനത്തെ മുഴുവൻ കൂട്ടിവരുത്തുക. കാരണം കർത്താവ് തൻ്റെ ദൂതനിലൂടെ ഗിദെയോനോട് പറയുകയാണ്, യു ഓ വാലിയൻ മാൻ, ദ ലോർഡ് ഈസ് വിത്ത് യു. അല്ലയോ പരാക്രമശാലിയെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആൻഡ് ദ ബൈബിൾ സേസ് Gideon begins to ask, Lord, what is this? Is this what the meaning that God is with us? ദൈവം കൂടെയുണ്ടെന്നുള്ളതാണോ ഈ കാണുന്നതൊക്കെ? How can this thing happen? All these calamities, all these catastrophic experiences we go through, if the Lord is genuinely with us, കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ഹലോ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുക? യോസേഫിനെ കുറിച്ച് പഠിച്ചാൽ മതി. സഹോദരങ്ങൾ വെറുത്തപ്പോഴും ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. പൊട്ടക്കുഴി എറിഞ്ഞപ്പോഴും ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. അടിമയായി വിൽക്കപ്പെട്ടപ്പോൾ ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അപരാധിയായി മുദ്ര കുത്തപ്പെട്ടപ്പോഴും തടവറയിൽ എറിയപ്പെട്ടപ്പോഴും ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. God is an unchanging God, irrespective of your situation. നമ്മുടെ സാഹചര്യം എന്തൊക്കെയാണെങ്കിലും ദൈവത്തിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. നമ്മുടെ സുഖത്തിലും നല്ല കാലത്തും മാത്രം വരുന്നവനല്ല ദൈവം. He is very present in the days of trouble. കഷ്ടതയിൽ ഏറ്റവും അതിനപ്പുറം പറയാൻ നമുക്ക് മലയാളത്തിൽ ഡിക്ഷണറി വാക്കുകളിൽ. അതുകൊണ്ടാണ് കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ എന്നാണ്. അതങ്ങനെ തന്നെ അങ്ങ് അകത്ത് കയറട്ടെ. പ്രൈസ് ഗോഡ്. ഈസ് വെരി പ്രസന്റ് ഇൻ ദ ഡേയ്സ് ഓഫ് ട്രബിൾ. കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്തതാ എന്ന് പറഞ്ഞാൽ കഷ്ടത ഇല്ലാത്തപ്പോൾ അടുത്തില്ല എന്നല്ല, കഷ്ടത ഉള്ളപ്പോഴാണ് കർത്താവ് കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഗിദെയോൻ ചോദിച്ചത്, ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ ഇഫ് ഗോഡ് ഈസ് വിത്ത് us? ദൈവം കൂടെയുള്ളപ്പോൾ എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കുക? പക്ഷെ പിന്നീട് തെളിയിച്ചു, നീ ജനത്തെ മുഴുവൻ കൂട്ടി വരുത്തുക എന്ന് പറഞ്ഞു. 30,000 പേര് കൂടി വന്നു യുദ്ധത്തിനായിട്ട്. ഉടനെ ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഒരു പണി, ഇത്രയും പേരുടെ ആവശ്യമില്ല മിദ്യാന്യരെ തോൽപ്പിക്കാനായിട്ട്. ഹലോ, ഈ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ് കർത്താവ് കാര്യം പറയുന്നത്. ഇത്രയും പേരെ ആവശ്യമൊന്നുമില്ല. പേടിയുള്ളവരോടൊക്കെ പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ 20,000 പേര് തിരിച്ചോടിപ്പോയി. അവരാ വാക്ക് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഹലോ, ചില മീറ്റിൽ പറയും വിശപ്പുള്ളവർ വേണമെങ്കിൽ പോയി ഫുഡ് കഴിച്ചോളാൻ പറയുമ്പോൾ ആ വാക്ക് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞതുപോലെ, പേടിയുണ്ടെങ്കിൽ സാരമില്ലാട്ട് നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പൊക്കോ. 20,000 പേര് പോയി, 10,000 പേര് ശേഷിച്ചു. കർത്താവ് പറഞ്ഞു, ഇത്രയും പേരെ ആവശ്യമില്ല ഗിദെയോൻ, ഇവരെ ഒരു പണി ചെയ്യാം. ഇവരാരാണ് നിൻ്റെ കൂടെ പോരേണ്ടതെന്ന് ഞാൻ ഒരു ചെറിയ ടെസ്റ്റിംഗ് നടത്താം. ഇവരെല്ലാം ഈ വെള്ളത്തിൻ്റെ ഉറവിങ്കിലേക്ക്, ലീഡ് ദം ടു ദ ഫൗണ്ടൻ ഓഫ് വാട്ടർ ആൻഡ് ആസ്ക് ദം ടു ഡ്രിങ്ക് ദ വാട്ടർ ലൈക്ക് ദ ഡോഗ് ലിക്സ്. ഈ പട്ടി വെള്ളം നായ വെള്ളം നക്കി കുടിക്കുന്നത് പോലെ ഇവരോടൊന്ന് കുടിക്കാൻ പറയാൻ പറഞ്ഞു. 9,700 പേരും ഷൂ നനയാതെ, പാൻറ് ചുളിയാതെ നനയാതെ, ഈ സൂട്ടൊന്നും അഴിക്കാതെ, എൻ്റെ ഭാഷയിൽ കണ്ടംപററിയായിട്ട് പറഞ്ഞ കേട്ടോ, മുട്ടുകുത്തി, പിന്നെ വെള്ളം കോരിയെടുത്ത് ഇങ്ങനെ
മേലൊന്നും തൊടാത്ത രീതിയിൽ കുടിച്ചു. നമ്മൾ ചിലരൊക്കെ കുടിക്കില്ല, എവിടെയും വീഴാതെ വണ്ണം കുടിക്കുന്നു, വളരെ സൂക്ഷിച്ച. നമ്മൾ പ്രത്യേകിച്ച് അതിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരാണ്. അപ്പം കർത്താവ് പറഞ്ഞു, ഈ വെള്ളം എന്നാൽ 300 പേര് വെള്ളത്തിന് മേൽ കമന്ന് കിടന്നു. ഷൂ നനഞ്ഞു, സൂട്ട് നനഞ്ഞു, കോട്ട് നനഞ്ഞു, ടൈ നനഞ്ഞു. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ല കേട്ടോ, അങ്ങ് തെറ്റിയിരിക്കല്ലേ, ഞാൻ പറഞ്ഞെന്നുള്ളൂ, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. വെള്ളത്തിന് മേൽ കമിണ്ണ് കിടന്ന് വെള്ളം നക്കി കുടിച്ചു. ഇങ്ങനെ കർത്താവ് പറഞ്ഞു, ആ 300 പേരെ ഒന്ന് മാറ്റിവിടാൻ പറഞ്ഞു. ചിലപ്പോൾ വിചാരിച്ചു ഈ 300 എണ്ണത്തിന് വേണ്ടാന്നായിരിക്കും ചിന്തിച്ചതെന്ന്. കർത്താവ് പറഞ്ഞു, ഇവരെ മതി, ബാക്കി 9700 പേരോടും പോയിക്കൊള്ളാൻ പറഞ്ഞു. പേടിയില്ലാന്നറിയാന്നാൽ അവരോടൊന്ന് പോയിക്കൊള്ളാൻ പറയാൻ പറഞ്ഞു. So those 300 were willing to obey unconditional. കർത്താവ് പറഞ്ഞിട്ടാണ് കുടിക്കുന്നത്. കലക്കവളാണെങ്കിലും അതിൻ്റെ പിറകിലൊരു ജയമുണ്ട്, വിജയം അറിഞ്ഞിരിക്കുന്നുണ്ട്. ഹലോ, പ്രൈസ് ഗാഡ്. ഒബീഡിയൻസ് പേസ് മച്ച്. അനുസരണം കുറച്ച് വിലപിടിപ്പുള്ളതാണ്. പ്രൈസ് ഗാഡ്. ആൻഡ് ഗോഡ് ചോസ് ദോസ് 300 people to handle those Midianites. ഈ 300 പേരെ കൊണ്ട് ദൈവം മിദ്യാനിരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. 300 പേരെ ഉപയോഗിച്ചു. ജനത്തിൻ്റെ എണ്ണത്തിലോ പെരുപ്പത്തിലോ അല്ല കാര്യം ഇരിക്കുന്നത്. ഒബീഡിയൻസ് ഈസ് ഓൾ അബൌട്ട്. അനുസരണമാണ് ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളത്. പ്രൈസ് ഗാഡ്. കർത്താവിന് വേണ്ടി അനുസരിപ്പാൻ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാർ ഏതെല്ലാം കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ. കർത്താവിൻ്റെ നിമിത്തം നാണം സഹിക്കാൻ തയ്യാറുള്ളവർ, ലജ്ജ സഹിപ്പാൻ തയ്യാറുള്ളവർ, അപമാനം സഹിപ്പാൻ തയ്യാറുള്ളവർ, ഹല്ലേലൂയ, നിന്ന സഹിപ്പാൻ തയ്യാറുള്ളവർ, ക്രൂശ് ചുമപ്പാൻ തയ്യാറുള്ളവർ, കർത്താവിൻ്റെ നിമിത്തം മരണത്തെ പേടിയില്ലാത്ത, ജീവനിൽ കൊതിയില്ലാത്തവർ ആരൊക്കെയുണ്ടോ അവരെയാണ് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. Come on, praise God. When you go to the book of 2 Kings, I think it's in chapter 7, 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 6ഉം 7ഉം അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ, അതായത് ശമരിയ പട്ടണത്തിൽ കൊടിയ ക്ഷാമമാണ്. കാരണം സിറിയൻ പട്ടാളം വന്ന് ഈ ശമരിയ പട്ടണത്തിന് ചുറ്റും ഒരു എക്കോണമിക്കൽ എംബാർഗോ, ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. Nothing can be brought inside, nor can anyone take anything outside. ഒന്നും പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അകത്ത് കൊണ്ടുവരാൻ പറ്റാതെ വണ്ണം ജനം വലഞ്ഞിരിക്കുന്ന സമയം. ശ്രദ്ധിക്കണമേ. പ്രൈസ് ഗാഡ്. അവസാനം തിരുവെഴുത്ത് പറയുന്നു, ജനം സ്വന്തം കുഞ്ഞുങ്ങളെ വരെ കൊന്നു തിന്നുന്ന സാഹചര്യത്തിലേക്ക് ശമരിയ പട്ടണക്കാരെത്തി. വല്ലാതെ വലഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ ആയ എലീശ വിളിച്ചു പറയുകയാണ്, നാളെ ഈ സമയമാകുമ്പോൾ ശമര്യയുടെ പടിക്കൽ 1 ശേക്കലിന് 1 സയ യവവും കോതമ്പും 1 ശേക്കലിന് 2 സയ യവവും വിൽക്കപ്പെടുമെന്ന് പറഞ്ഞു. രാജാവിൻ്റെ ഈ കൈത്താങ്ങിൽ കൊടുക്കുന്ന അകമ്പടി നായകൻ സുപ്രീം കമാൻഡർ ഉണ്ട്, ചീഫ് കമാൻഡർ. അദ്ദേഹം പറയാണ്, വാട്ട് നോൺസെൻസ് ആർ യു സ്പീക്കിംഗ്? ഹൗ ക്യാൻ ദിസ് തിങ് ഹാപ്പൻ ഈവൻ ഇഫ് ഗോഡ് ഓപ്പൺസ് ദ ഫ്ലഡ് ഗേറ്റ്സ് ഇൻ ഹെവൻ, സ്റ്റോർ ഹൗസ് ഇൻ ഹെവൻ. ദൈവം ആകാശത്തിലെ ഭണ്ഡാരം തുറന്നാൽ പോലും നാളെ ഒരു ഇന്നത്തെ ചില പ്രവാചകന്മാർ പറഞ്ഞല്ലോ, 6 മാസം ഗ്യാപ്പിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ വിശ്വസിക്കായിരുന്നു. എല്ലാ പ്രവൃത്തിയെ തുച്ഛീകരിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കർത്താവിന് കുറച്ച് സമയം കൊടുക്കായിരുന്നു പ്രവർത്തിക്കാനായിട്ടില്ലേ. ഹലോ, നാളെ ഈ സമയം എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം സമയം കൊടുത്തായിരുന്നെങ്കിൽ കുറച്ച് വിശ്വസിച്ചേനെ. നാളെ, ടുമോറോ അറ്റ് ദി സെയിം ടൈം, നാളെ ഈ സമയമാകുമ്പോൾ. എന്നാൽ അതിനായി ഈ ഒരു പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചത് സമൂഹത്തിൽ ആരാലും ഗൗനിക്കപ്പെടാത്ത, ആരും നോക്കുവാൻ ഇഷ്ടപ്പെടാത്ത, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് പുറം പറമ്പിലെറിയപ്പെട്ട പാവപ്പെട്ട 4 കുഷ്ഠരോഗികൾ. Come on. Obedience is expensive. Come on, praise God. Praise God. ഞാൻ വലിയ പ്രസംഗമൊന്നുമല്ല പറയുന്നത് കേട്ടോ. I'm just sharing what the Lord input in my spirit. ആരാലും ഗൗനിക്കപ്പെടാത്ത, ആരുടെ മനസ്സിൽ ഇടം പിടിക്കാത്ത, ആരുടെയും കണ്ണിൽ ദൃഷ്ടിയിൽ പെടാത്ത, ആരും നോക്കുവാൻ ആഗ്രഹിക്കാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ട, തരം താഴ്ത്തപ്പെട്ട, പുറംപറമ്പിലെറിയപ്പെട്ട, പട്ടണത്തിനകത്തേക്ക് പ്രവേശിപ്പാനായിട്ട് എൻട്രി ലഭിക്കാത്ത, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ
സമ്പർക്കം ലഭിക്കാത്ത പുറംപറമ്പിലെറിയപ്പെട്ട പഴയ നിയമത്തിലെ 4 വിശുദ്ധന്മാർ, പ്രൈസ് ഗോഡ്, 4 കുഷ്ഠരോഗികൾ. They were incited by the Spirit of God. Let us go to the camp of the enemy, the Assyrian army. നമുക്ക് സിറിയൻ അരാമ്യ പാളയത്തിലേക്കൊന്ന് പോകാം. കാരണം that was the Lord's doing. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. കാരണം എന്തായിരുന്നു? അവരുടെ അനുസരണത്തിലായിരുന്നു ഒരു പട്ടണത്തിലെ ജനത്തിൻ്റെ മുഴുവനും രക്ഷ മറഞ്ഞിരുന്നത്. Come on. Hallelujah. Come on. Praise God. അവരുടെ അനുസരണത്തിലായിരുന്നു ഒരു പട്ടണത്തിലെ ജനത്തിൻ്റെ മുഴുവൻ പട്ടിണി മാറ്റാനുള്ള ദൈവിക പദ്ധതി മറിഞ്ഞു കിടന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ ആജ്ഞ കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള അനുസരണത്തിൻ്റെ പിറകിൽ കാത്തിരിക്കുന്ന വലിയൊരു ജനസമൂഹമുണ്ട്. അതിൻ്റെ പിറകിൽ മറിഞ്ഞിരിക്കുന്ന മഹത്തായ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. 1989 ഞാൻ ഗോരഖ്പൂർ ജില്ലയിൽ UP രാവിലെ അന്നത്തെ എൻ്റെ പ്രാർത്ഥനാ സമയമായിരുന്നു 3 മണി തൊട്ട് 6 മണി വരെ, ഏർലി ഇൻ ദ മോർണിംഗ്. ഐ വാസ് ജസ്റ്റ് ഹാർഡ്ലി 20 years അറ്റ് ദാറ്റ് ടൈം. അന്ന് പ്രഭാതത്തിൽ ഒരു ദർശനം കണ്ടതാണ് ഇന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് എത്തപ്പെടുവാൻ ഞാൻ എത്തിയെന്ന് പറയില്ല, അറ്റ്ലീസ്റ്റ് 1% എത്തിപ്പെടാൻ സാധിച്ചത്. അന്ന് ഒരു രാജ്യത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ പേര് എൻ്റെ കൺമുമ്പിലൂടെ ഒരു ഫ്ലാഷ് പോയിന്റ് പോലെ കടന്നുപോയി. സുവിശേഷത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള രാജ്യമായിരുന്നു. ഞാൻ അന്നത്തെ ലീഡേഴ്സിനോട് അൺഫോർച്ചുനേറ്റ്ലി പോയി പറഞ്ഞത് മലയാളി ലീഡേഴ്സിനോടായിരുന്നു. അവർ കിടന്ന് ശാസിക്കാൻ തുടങ്ങി, അവിടെ പോയാൽ തല വെട്ടു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കാണിച്ചത് കർത്താവായതുകൊണ്ട് സമയമായപ്പോൾ ഞാൻ ആരോടും റെക്കമെൻഡേഷൻ പോലും ചോദിക്കാതെ ദൈവം ആ സമയത്ത് വാതിൽ തുറന്നു. ആ പാന്താവില കഴിഞ്ഞ 32 വർഷമായി ഞാൻ ഓടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. വേലയ്ക്ക് ഇറങ്ങിയിട്ട് 38 വർഷമായെങ്കിലും പ്രൈസ് ഗാഡ് ആ ദർശനത്തിൻ്റെ പാന്താവിലാണ് 1994 തൊട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അന്നും ഇന്നും ദൈവം വിശ്വസ്തനാണ്. കർത്താവ് ഒരു ദൗത്യം നമുക്ക് കാണിക്കുമ്പോൾ, കർത്താവ് ഒരു ദർശനം നിങ്ങളെ കാണിക്കുമ്പോൾ, the vision might remain just only for few seconds. ദർശനത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് ഒരു പക്ഷേ കണ്ട സ്വപ്നം 2-3 സെക്കൻഡുകൾ മാത്രമായിരിക്കാം. പക്ഷെ അതിൻ്റെ മൊത്തം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷൻ മുഴുവനുമാണ്. ഹല്ലേലൂയ. ഞാനൊരു മിഷൻ ചലഞ്ചായിട്ട് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് കാണിച്ച ദർശനം ഒരു പക്ഷേ 2-3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളതായിരിക്കാം. പക്ഷേ അതിൻ്റെ ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ ഓടിയാലും, എത്ര തലമുറകൾ അധ്വാനിച്ചാലും തീരാത്തവണ്ണം മഹത്തായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മിലെല്ലാവരിലും കർത്താവ് ഒരു ദർശനമിട്ടപ്പോൾ, എക്സോഡസിൻ്റെ മിനിസ്ട്രിക്ക് ആരംഭ ദൈവം കുറിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ഒരുപക്ഷെ അന്ന് ആരംഭിച്ച സമയത്ത് നിങ്ങൾ ചിന്തിച്ച് കാണുമില്ല ഇത്രയും വലിയൊരു സംഭവം ഇതിൻ്റെ പിറകിലുണ്ടെന്നുള്ളൂ. ഇതൊരു മഹാ എക്സോഡസായി തീരുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ആരും ചിന്തിച്ച് കാണുമെന്നില്ല. അതിൻ്റെ ഒരു അംശമെങ്കിലും കാണുവാൻ കർത്താവ് ഇന്ന് നമ്മെ സഹായിച്ചു. There is a great reward behind every obedience. ഓരോ അനുസരണത്തിൻ്റെ പിറകിലും മഹത്തായ ഒരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് ശമരിയ പട്ടണ വാതിക്കൽ കിടന്നിരുന്ന 4 സാധുക്കളായ കുഷ്ഠരോഗികൾ പട്ടിണി കൊണ്ട് മരിക്കാറായി കിടക്കുകയാണ്. 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും they began to commune to one another. Let's go to the, if you remain here we are going to die anyway. ഇവിടെ നാം കിടക്കുകയാണെങ്കിൽ ഇവിടെ പട്ടിണി കൊണ്ട് മരിക്കും. കാരണം നമ്മളെ നോക്കാൻ ആരുമില്ല. പട്ടണത്തിനകത്ത് പ്രാകാഷ്ടമൊക്കെ തിന്നു തുടങ്ങി മനുഷ്യൻ. ഹലോ, പ്രാകാഷ്ടം വരെ തിന്നു തുടങ്ങി, കുഞ്ഞുങ്ങളെ വരെ തിന്നു തുടങ്ങി. അത്രയും പരാധീനതയിലേക്ക് പട്ടണം എത്തപ്പെട്ടിരിക്കുക. അപ്പോൾ അവർ പറയുകയാണ് നമ്മളിവിടെ കിടന്നാലും മരിക്കും, പട്ടണത്തിനകത്ത് പോയാലും ഒന്നുമില്ല, നമ്മളെ ഗവനിക്കാൻ ആരുമില്ല, നമ്മുടെ കയ്യിൽ നമുക്ക് ലഭിക്കാൻ ഒന്നുമില്ല, നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് അരാം സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് ഒന്ന് പോകാം. ദാറ്റ് വാസ് ദ ഇൻസൈറ്റ്മെന്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവം അവരെ പ്രേരിപ്പിച്ചതായിരുന്നു. കാരണം ചില ദൗത്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഏൽപ്പിക്കുന്നത് മരണത്തെ ഭയമില്ലാത്ത, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മരിപ്പാൻ തയ്യാറുള്ള. അവർ നമ്മളെ കൊല്ലുകയാണെങ്കിൽ ഏതായാലും പട്ടിണിയാ, ലെറ്റ് us do or die, ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ. അവർ നമ്മളെ കൊല്ലുകയാണെങ്കിൽ ചാകാം. ഇനി ജീവനോടെ വെറുതെ വിടുകയാണെങ്കിൽ ഓക്കെ, ലെറ്റ് us survive. Come on.
ഹലോ, ആദ്യകാലങ്ങളിലൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണെന്ന്. പക്ഷെ ഇന്ന് ആൾക്കാർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആർ യു റെഡി ടു ഡൈ ഫോർ ജീസസ്? യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു അതാ ശരിയായ ശരി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില ദൗത്യം ദൈവം ഏൽപ്പിക്കുന്നത് ജീവനിൽ കൊതിയില്ലാത്തവരെയാണ്, മരണത്തെ ഭയമില്ലാത്തവരെയാണ്. who are willing to take a risk for Jesus. കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുവാൻ. പോയാലും ശരി, പോട്ടെ. എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റില്ല, പരിമിതികളുള്ളതുകൊണ്ടാണ്. അങ്ങനെ അവർ അരാം സൈന്യത്തിൻ്റെ പാളയത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെയും ആരെയും കാണാനില്ല. ഏതായാലും ആദ്യം കിട്ടിയത് ശാപ്പാടെടുത്ത് വയറ് നിറച്ചു, പിന്നെ അത്യാവശ്യം കിട്ടിയതൊക്കെ പോക്കറ്റ് നിറച്ചു. അടുത്തതിലേക്കും പോയി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ പിന്നെയും പോക്കറ്റ് ഇറക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഹേമിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്നത് വി ആർ നോട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മുടെ വയറൊക്കെ നിറഞ്ഞു, അത്യാവശ്യം നമ്മൾ മോഷിച്ചു, ഉള്ള പോക്കറ്റൊക്കെ നിറച്ചു കഴിഞ്ഞു. നമ്മുടെ സമസൃഷ്ടങ്ങൾ അകത്ത് കിടക്കുന്നുണ്ട്. ദാറ്റ് കൺസേൺ ഈസ് സോ ഹൈ. പട്ടിണി കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടാണ് അകത്ത്. അതുകൊണ്ട് രാവിലെ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട, സൂര്യൻ ഉദിക്കോളം കാത്തിരിക്കേണ്ട. Let us rush in haste to the city and convey this message that there are no enemies around us. ശത്രുക്കളൊക്കെ സ്ഥലം വിട്ടു, അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. നമുക്ക് പെട്ടെന്ന് രാജാവിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും ഈ സന്ദേശം അറിയിക്കണം. ഹല്ലേലൂയ. പിന്നെ കുഷ്ഠരോഗികൾ ആരെങ്കിലും അങ്ങോട്ട് അടുപ്പിക്കുമോ? പിന്നെ നിയോഗിച്ചത് കർത്താവാണെങ്കിൽ ഒരു വഴിക്ക് സാധ്യതയില്ലാത്തടത്തും ദൈവം വഴി തുറക്കും. പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞു വന്നത്, ഒബീഡിയൻസ് ഈസ് എക്സ്പെൻസീവ്. അനുസരണം വിലപിടിപ്പുള്ളതാണ്. സംടൈം ഇറ്റ് മൈ റിസ്ക് യുവർ ഓൺ ലൈഫ്. ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ കർത്താവിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ആഴി എന്നോർത്തില്ല, ആഴം എത്രയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല, അലകളെ ഞാൻ ഭയപ്പെട്ടിൽ നോക്കിയില്ല. വിളിച്ചപ്പോൾ അവൻ്റെ വാക്കിന് എടുത്തിറങ്ങി, ചാടി ഇറങ്ങി. മുങ്ങിപ്പോയി ശരിയാണ്, പിന്നെ വിളിച്ചവൻ ഒരിക്കലും കൈവിടില്ല. He will lift you up. ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ക്രിസ്തു തൻ്റെ ഐഹിക കാലത്ത് മരണത്തിൽ തന്നെ വിടിവെപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയാചന കഴിച്ചു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച സഹിച്ച കഷ്ടങ്ങളാൽ, ബാക്കി പൂരാകരോ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയ്ക്ക് he became the captain of salvation. Hallelujah. അനുസരണത്തെ പിറകിൽ വലിയൊരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. ഗിദെയോനോട് ദൈവം പറഞ്ഞു ഇത്രയും ചെയ്താൽ മതി. ഗിദെയോൻ അത് ചെയ്തു. ആ 300 പേരെ കൊണ്ട് മിദ്യാന്യരെ തോൽപ്പിക്കാനിടയായിത്തീർന്നു. പ്രൈസ് ഗാഡ്. 4 സാധുക്കളായ കുഷ്ഠരോഗികളെ ദൈവം അരാം സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് അയക്കുകയാണ്. ആ അയക്കപ്പെടലിൻ്റെ പിറകിൽ കിടന്നത് ഒരു പട്ടണത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ തന്നെ ജനതയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല, ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പോയാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലെറ്റ് മീ കം ബാക്ക് ടു ജീസസ്. കർത്താവിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8. അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം. എന്നിട്ട് എടുത്തു പറയാണ്, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്ന അടുത്ത ഭാഗം പറയുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. Above all names, സകലത്തിന് മേലായ നാമം അവൻ തന്നെത്താൻ താഴ്ത്തി. Praise God. He humbled himself. He was not humiliated by the Father, but he humbled himself. അവൻ തന്നെത്താൻ താഴ്ത്തി. Praise God. മരണത്തോളം താഴ്ത്തി എന്നാണ്. മരണത്തോളം. ഇനി ആ ഭാഗം പിടിച്ചു കുലിക്കൊരു ഭാഗമാണ്. Praise God. On that night,
ജീസസ് വാസ് ബിട്രേഡ്. യേശു കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി. തിരുവെഴുത്ത് പറയുന്നത് കർത്താവിനെ അവർ റാഞ്ചിക്കൊണ്ടു പോവുകയാണ്. Thereafter the Bible tells us that Jesus was tried in 6 places or 6 times. കർത്താവിനെ 6 പ്രാവശ്യം മാറി മാറി കർത്താവിനെ വിസ്തരിച്ചു. എന്നാൽ ഈ വിസ്തരിച്ച ഒരു സ്ഥലത്ത് പോലും he did not open his mouth in defense of him. അവൻ ഒരിക്കലും തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ വായ് തുറന്നില്ല. അത്യാവശ്യ ഭാഗം മാത്രം കർത്താവ് ഉച്ചരിച്ചതൊഴിച്ചാൽ he did not open his mouth in defense of him. അവൻ ഒരിക്കലും സ്വയം തന്നെത്താൻ രക്ഷിപ്പാനായി ഒരൊറ്റ വാക്കുപോലും ഉരിയാടിയില്ല എന്നാണ്. Why did he remain silent? എന്തുകൊണ്ടാണ് കർത്താവ് മിണ്ടാതിരുന്നത്? തനിക്കറിയാം, if he opens his mouth he will miss the cross. താൻ വാ തുറന്നാൽ ക്രൂശ് നഷ്ടപ്പെടുമെന്ന് തനിക്കറിയാം. കർത്താവ് ലോകത്തിലേക്ക് വന്നത് പകരക്കാരില്ലാതെ താൻ മാത്രം നിവർത്തിക്കേണ്ട ഒരു ദൗത്യത്തിനായിട്ടായിരുന്നു. Had there been a single individual who could substitute Jesus, God would never send his son down into this mortal world. തൻ്റെ പുത്രന് പകരക്കാരായി ലോകത്തിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ഈ താണ ലോകത്തിലേക്ക് അയക്കില്ലായിരുന്നു. കർത്താവ് ലോകത്തിലേക്ക് വന്നത് ആർക്കും പകരം ചെയ്യാൻ പറ്റാത്ത, ആർക്കും പകരക്കാരായി ചെയ്യുവാൻ പറ്റാത്ത ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. മാത്രമല്ല, മറ്റൊരു വശം പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷകൻ കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ പരീക്ഷിച്ചു. മുഴുവൻ ലോകവും ഒരു എക്സ്ചേഞ്ച് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. Why did the tempter tempt Jesus, offering the whole world? Because he knew Jesus came to this world with a project, with a plan that can redeem the whole humanity. പരീക്ഷകൻ യേശുവിനെ മുഴുവൻ ലോകവും തൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ഓഫർ ചെയ്ത് പരീക്ഷിച്ചതിൻ്റെ കാരണം തനിക്കറിയാം, യേശു കർത്താവ് വന്നത് സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. Therefore he offered the whole world to Jesus. അതുകൊണ്ട് ലോകം മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ ഓഫർ ചെയ്യുകയാണ്. The greater is your calling, the greater will be the temptation. The greater is the purpose of God in your life, the tougher will be the challenges. നമ്മിലുള്ള ദൈവിക വിളി വലുതാണോ, വെല്ലുവിളികൾ വലുതായിരിക്കും. ദൈവിക നിയോഗം വലുതാണോ, പ്രലോഭനങ്ങളും അതുപോലെ വലുതായിരിക്കും. ഒരു പരിധിവരെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ കണ്ടിട്ടെങ്കിലും, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങൾ കണ്ടിട്ടെങ്കിലും, നമ്മിൽ മറിഞ്ഞിരിക്കുന്ന ദൈവിക നിക്ഷേപം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. Hallelujah. Praise God. The magnitude of your challenges and temptation will always be in proportion to the magnitude of God's calling hidden in your life. നിങ്ങളിലുള്ള ദൈവിക നിയോഗം എത്രത്തോളം വലുതാണോ അതിൻ്റെ ആനുപാതത്തിലായിരിക്കും നിങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും. ഹല്ലേലൂയ. മോശയാണോ, മറുവശത്ത് ഫറവോനുണ്ട്. ഹലോ, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, കം ഓൺ, പ്രൈസ് ഗാഡ്. ദാനിയേലാണോ, മറുവശത്ത് എതിരാളികളുണ്ട്, സിംഹക്കൂടുണ്ട്. പൗലോസാണോ, മറുവശത്ത് അഗ്രിപ്പായുണ്ട്. പത്രോസാണോ, മറുവശത്ത് ഹേരോദാവുണ്ട്. യോഹന്നാൻ സ്നാപകനാണോ, മറുവശത്ത് ഹേരോദ്യയുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനാണോ, മറുവശത്ത് ഡൊമീഷ്യനുണ്ട്. നിങ്ങളിലുള്ള വിളി എത്രത്തോളമാണോ അതിൻ്റെ ആനുപാതത്തിലായിരിക്കും മറുവശത്തുണ്ടാകുന്ന വെല്ലുവിളികളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, the magnitude of your calling will always be in proportion. The magnitude of your challenges will always be in proportion to the magnitude of your calling. നിങ്ങളിലുള്ള വെല്ലുവിളി എത്രത്തോളം ആഴമുള്ളതാണോ അതിൻ്റെ ആനുപാതത്തിലായിരിക്കും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. നിങ്ങളിൽ എങ്ങനെയാണോ ദൈവിക പദ്ധതി കിടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പോരാട്ടം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങൾ മുഴുവനും കേവലം നിങ്ങളെന്ന വ്യക്തിയോടല്ല, നിങ്ങളിൽ കിടക്കുന്ന ദൈവിക നിക്ഷേപത്തിനെതിരായിട്ടാണ്. ഹല്ലേലൂയ, 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 പ്രൈസ് ഗാഡ്. കർത്താവിനെ പരിഹസിച്ചു, തന്നെ അടിച്ചു, ചാട്ടവാറ് കൊണ്ട് ഒന്ന് കുറയെ 40 അടി തൻ്റെ ശരീരത്തിൽ വന്ന് വീണു. ശരീരം ഒഴിച്ചാൽ പോലെ ചീന്തപ്പെട്ടിട്ടും ഒരക്ഷരം പോലും കർത്താവ് പറഞ്ഞില്ല. കാരണം
കർത്താവ് ക്രൂശിൽ കയറാത്തിടത്തോളം കാലം സാത്താൻ സുരക്ഷിതനായിരുന്നു. As long as Jesus is not nailed to the cross, Satan, to some extent, he was safe. നിങ്ങൾക്കത് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ സാത്താൻ ഒരിക്കലും കർത്താവ് ക്രൂശിൽ കയറുവാൻ ആഗ്രഹിച്ചില്ല. ക്രൂശ് ഒഴിച്ച് വേറെ എന്തൊക്കെ ചെയ്യണമായിരുന്നു അതൊക്കെ കർത്താവ് ചെയ്താലും സാത്താൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. But it was on that cross Satan was defeated. Satan was defeated not by the miracles of Jesus, but the obedience of Jesus. സാത്താൻ ക്രൂശിൽ പരാജയപ്പെട്ടത് കർത്താവിൻ്റെ അത്ഭുതങ്ങളാലല്ല, അനുസരണത്താലാണ്. Every steps of obedience in your life is a torment to the enemy. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനത്തിൻ്റെ ചുവടുവയ്പും പൈശാചിക ലോകത്തിന് ഒരു ദണ്ഡനമാണ്. അതുകൊണ്ട് നമ്മിലുള്ള ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട്. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, had Jesus opened his mouth in defense of him, he knew he would miss the cross. താൻ വായ് തുറന്നിരുന്നെങ്കിൽ തനിക്കറിയാം ക്രൂശ് അന്യപ്പെട്ടു പോകുമെന്ന്. അതുകൊണ്ട് ക്രൂശ് ഒഴിഞ്ഞു പോകാതിരിപ്പാൻ എവിടെയൊക്കെ മിണ്ടാതിരിക്കണമായിരുന്നോ അവിടെയെല്ലാം കർത്താവ് മിണ്ടാതിരുന്നു. ക്രൂശ് ഒഴിഞ്ഞു പോകാതിരിപ്പാൻ എവിടെയൊക്കെ തന്നെത്താൻ താഴ്ത്തണമായിരുന്നോ അവിടെയെല്ലാം കർത്താവ് തന്നെത്താൻ താഴ്ത്തി. എവിടെയൊക്കെ നിശബ്ദമായിരിക്കണമായിരുന്നോ അവിടെയെല്ലാം കർത്താവ് നിശബ്ദമായിരുന്നു. ഇൻ ഹിസ് ഹ്യൂമിലിയേഷൻ ഹിസ് ജസ്റ്റിസ് വാസ് ടേക്കൺ അവേ. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം അന്യപ്പെട്ടു പോയി. പക്ഷെ അവൻ്റെ താഴ്ചയില ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരു നിമിഷം കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാമോ? Shall we all rise on our feet for a moment? Let's look unto the Lord. ഒന്ന് നമുക്ക് ദൈവത്തിന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ?